നോവലെറ്റ് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരു മയക്കത്തിൽപ്പെട്ടപ്പോഴാണ് വാതിൽക്കൽ മുട്ടുകേട്ടത്. ഷിജോ ഞെട്ടി എഴുന്നേറ്റു. തിടുക്കത്തിൽ കട്ടിലിന്റെ തലക്കൽ ഭാഗത്ത് മടക്കി വെച്ച മുണ്ടെടുത്തൊടുത്തു. എല്ലാ ഞായറാഴ്ചയും ഉന്തുവണ്ടിയുമായി വന്ന് ഒരാഴ്ചത്തെ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് തരുന്ന തമിഴൻ 4 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്നത് വെറും അടിവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ്. ചുവരിനരികെ ഇട്ട സ്റ്റാൻഡിൽ ഹാങ്ങറിൽ തൂക്കിയിട്ട ഷട്ടെടുത്തിട്ടു. വാതിലിനടുത്ത ചുവരിന്മേലുള്ള സ്വിച്ചിട്ടു. മുറിയിലെ ഒരേ ഒരു CFL വിളക്ക് കത്തിച്ചു. ഷർട്ടിന്റെ അവസാനത്തെ 2 ബട്ടണുകൾ കൂടി ധൃതിയിലിട്ടുകൊണ്ട് ഷിജോ വാതിൽ തുറന്നു. മുമ്പിൽ ആനി നിൽക്കുന്നു. ഒരു ഷിമ്മീസ് മാത്രമാണ് വേഷം. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾ നീല ടോപ്പും വെള്ളമിടിയും നിറമുള്ള കോട്ടൺ യൂണിഫോമും അഴിച്ചുവെക്കും. ഒരു സെറ്റ് യൂണിഫോം 2 ദിവസം ഇടണമെന്നാണ് നിയമം. എന്താ അനി, എന്താ വേണ്ടത്? ഈ അനാഥാലയത്തിൽ ജോലിക്ക് ചേർന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അന്തേവാസികളുടെ ആവശ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികൾക്ക് രാത്രി ഉപയോഗിക്കാൻ കുറച്ചുകൂടി അയഞ്ഞ ഏതെങ്കിലും വസ്ത്രം വാങ്ങണം. വെറും ഷിമ്മീസിൽ അവരെ കാണാൻ വിഷമമുണ്ട്. മിക്കവാറും ഒരുമാതിരി എല്ലാ കുട്ടികളും 10 വയസ്സിന് മീതെ പ്രായമായിട്ടുള്ളവരാണ്. ആനിക്ക് 14 വയസ്സെങ്കിലും ആയിട്ടുണ്ടാകും. എന്താ അനി വേണ്ടത്? അവളുടെ മുഖത്ത് കണ്ട അത്ഭുതഭാവം ഷിജോവിന് മനസ്സിലായില്ല. എന്തെങ്കിലും ഗുളിക വേണോ? പെൺകുട്ടികൾക്ക് ചോദിക്കാൻ മടിയുണ്ടാകും. വീട്ടിൽ ലിജിമോൾ വേദനയുണ്ടാകുമ്പോൾ അമ്മയോടാണ് കുശുകുശുത്തു പറയാറ്. മിക്കവാറും രാത്രിയാണ് ഉണ്ടാവുക. ആ സമയത്ത് സൈക്കിളും എടുത്ത് ടൗണിൽ പോയി ആശുപത്രിക്കടുത്ത് രാത്രി മുഴുവൻ തുറന്നിരിക്കുന്ന ഒരേ ഒരു മരുന്ന് കടയിൽ നിന്ന് ഗുളിക വാങ്ങിക്കൊണ്ടു കൊടുക്കും. വയറുവേദന ഉണ്ടോ? ഇല്ലെന്നവൾ തലയാട്ടി. പിന്നെ സാറേ, ഇന്ന് ജിസിയുടെ ഊഴാണ്. അവൾക്ക് സുഖമില്ലാത്തോണ്ടാ ഞാൻ വന്നത്. ഊഴോ? അവൾ തലയാട്ടി. എന്തിൻ്റെ ഊഴം? ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? അവളാണ് ഇന്ന് സാറിൻ്റെ അടുത്തേക്ക് രാത്രി വരേണ്ടത്. പഴയ സാർ അങ്ങനെയാ ചട്ടം കിട്ടിയിരുന്നത്. ചൊവ്വാഴ്ച ജിസി, വ്യാഴാഴ്ച ഞാൻ, ശനിയാഴ്ച ദീപ. പിന്നെ ഇടയിലത്തെ ദിവസങ്ങളിൽ ആരെങ്കിലും വരണമെങ്കിൽ അപ്പോൾ പറയും. എന്തിന്? ചോദിച്ച ഉടനെ അയാൾക്കതിൻ്റെ അർത്ഥശൂന്യത മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് അയാളുടെ മനസ്സിലേക്ക് തള്ളിക്കയറുകയാണ്. തകരുന്ന ഒരു അണക്കെട്ടിന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന അനുഭവം. അയാൾ തളർന്നു. അയാൾ ആലോചിക്കുകയായിരുന്നു. കാട്ടിൽ മൃഗരാജാവിൻ്റെ അടുത്തേക്ക് ഓരോ ദിവസവും ഇരയായി പോകേണ്ടി വരുന്ന നിസ്സഹായരായ മൃഗങ്ങളെപ്പറ്റി. ഇന്ന് ഈ മാൻപേടയുടെ ഊഴമാണ്. അല്ലെങ്കിൽ തൻ്റെ സഹജീവിക്ക് പകരം ഇവൾ വന്നതാണ്. നീ ഇരിക്കേ. ചുമരരികിലിട്ട സ്റ്റൂൾ ചൂണ്ടിക്കാട്ടി ഷിജോ പറഞ്ഞു. കട്ടിലിന്റെ കാൽക്കൽ ഇരിക്കാൻ പോയ അവൾ സ്റ്റൂളിൽ പോയിരുന്നു. ഇനി പറേ, എന്തിനാ നീ വന്നത്? പോയ സാർ ഒന്നും പറഞ്ഞില്ലേ സാർ? ഇല്ല, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണെന്ന് മാത്രം. പിന്നെ നിങ്ങളുടെ ദിനചര്യകൾ, പഠിത്തത്തിൻ്റെ കാര്യം, അങ്ങനെ ഓരോന്ന്. വേറൊന്നും പറഞ്ഞില്ലേ സാർ? ഇല്ല. പിന്നെ നീ പറഞ്ഞില്ലല്ലോ. എന്തിനാപ്പോൾ വന്നത്? പഴയ വാർഡൻ പോയില്ലേ? പുതിയ ആൾ വന്നാലും ഇതൊന്നും മുടക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുക സാറ്. അത് പറയലും വിതുമ്പലും ഒന്നിച്ചു കഴിഞ്ഞു. ആ കൊച്ചുകുട്ടിയുടെ മാനസിക സമ്മർദ്ദം എത്രത്തോളം ഉണ്ടാകും? അവൾ തേങ്ങി തേങ്ങി കരയുകയാണ്. അടുത്തുപോയി ആശ്വസിപ്പിക്കണോ എന്നയാൾ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ അതിനു മെനക്കിടാതെ വെറുതെ നോക്കിയിരിക്കുക മാത്രം ചെയ്തു. കണ്ണീർ അവളുടെ നേരിയ ഷിമ്മിസിൽ പതിക്കുന്നത്, അത് മാറിൽ അസുഖകരമായൊരു നനവുണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഷിജോ കൺതിരിച്ചു. അയാൾ പറഞ്ഞു, നിർത്തൂ കരച്ചിൽ. ഞാൻ അതിനു മാത്രമൊന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് രാത്രി ഇടാൻ നൈറ്റിയൊന്നുമില്ലേ? ഞാൻ നാളെ തന്നെ തുന്നക്കാരിയോട് വരാൻ പറയാം. മറ്റേ സാറ് തിരിച്ചു വരുമോ സാർ? ആനി സംശയിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല. എന്തേ? അവളുടെ മുഖത്ത് ഭയം. അവൾ ആലോചിക്കുകയായിരുന്നു. പുതിയ സാറിനോട് പറയാൻ പറ്റുമോ അവരുടെ പ്രശ്നങ്ങൾ? പറയാമെങ്കിൽ എത്രത്തോളം പറയാം? എന്താ മോളെ, എന്താ ആ സാറിനെ അത്രയ്ക്ക് പേടിയാണോ? സാറിത് ആരോടെങ്കിലും പറയോ? പറഞ്ഞാൽ ഞങ്ങളുടെ കഥ കഴിക്കും. ഇല്ല, ഞാൻ ആരോടും പറയണില്ല. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ
എന്നോട് പറയണം. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനാണ് എന്നെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. ആട്ടെ, എന്താ നിങ്ങൾക്കൊക്കെ പഴയ സാറിന് ഇത്ര പേടി? അങ്ങേര് ഞങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു സാർ. എന്തെങ്കിലും എതിര് പറഞ്ഞാൽ ഇവിടുന്ന് പുറത്താക്കുന്ന പറഞ്ഞിരുന്നത്. അവൾ വീണ്ടും കരയാനുള്ള ഭാവമാണ്. കരയൊന്നും വേണ്ട ആനി. വിഷമാണെങ്കിൽ പറയണ്ട. മോളിപ്പോ പൊയ്ക്കോ. സമാധാനമായി കിടന്നുറങ്ങിക്കോ. ആനി കണ്ണു തുടച്ചുകൊണ്ട് പോയി. അടുത്ത മുറി ഊണ് കഴിക്കുന്ന മുറിയാണ്. അത് ദിവസത്തിൽ 3 നേരം മാത്രമേ തുറന്നിരിക്കുകയുള്ളൂ. രാവിലെ 7 മുതൽ 8 മണിവരെ, ഉച്ചയ്ക്ക് 1 മുതൽ 2 മണിവരെ, രാത്രി 7:30 മുതൽ 8:30 വരെ. ബാക്കി സമയങ്ങളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും തിന്നണമെന്ന് തോന്നിയാൽ, ചായ കുടിക്കണമെന്ന് തോന്നിയാൽ ഒരു നിവൃത്തിയുമില്ല. വളർത്തുനായ്ക്കൾക്ക് സമയം നോക്കി തിന്നാനിട്ട് കൊടുക്കുന്ന പോലെ അടുക്കളയിലേക്ക് ഒരു ഇടനാഴിയിലൂടെ പോകണം. അവിടേക്കുള്ള വാതിൽ രാത്രി അടച്ചിടുകയാണ് പതിവ്. അവിടെ നിന്ന് 16 കുട്ടികൾക്കുള്ള ഭക്ഷണം തിട്ടപ്പെടുത്തി പ്ലേറ്റുകളിലാക്കി ട്രോളിയിൽ കൊണ്ടുവരും. ഷിജോവിനുള്ള ഭക്ഷണം മുറിയിൽ കൊണ്ടുവന്നു തരും. ഊണുമുറിക്കപ്പുറത്തുള്ള ഒരു വലിയ മുറിയിലാണ് 8 ചെറിയ കട്ടിലുകൾ ഇട്ടിട്ടുള്ളത്. കട്ടിലുകളെന്ന് കഷ്ടിച്ചു പറയാമെന്നേ ഉള്ളൂ. 4 മരക്കാലുകൾക്ക് മീതെ ഉണ്ടാക്കിയ ഫ്രെയിമിന്മേൽ പാഴ്മര പലകകൾ അടിച്ചിരിക്കുകയാണ്. ആ കട്ടിലുകളിലാണ് ആ 16 കുട്ടികളും കിടന്നുറങ്ങുന്നത്. കട്ടിലിട്ടാൽ കഷ്ടിച്ചു നീങ്ങാനുള്ള സ്ഥലമുണ്ട്. ആ മുറിയിലാണ് അവർ വളരുന്നത്. അവർക്കതിൽ പരാതിയൊന്നുമില്ല. അവരിൽ പലർക്കും വീടില്ല, കുടുംബമില്ല. വീടുള്ളവർക്കാണെങ്കിലോ തിരിച്ചു പോകാൻ ഒട്ടും താൽപ്പര്യമില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിലും ഭേദം തെരുവിലുറങ്ങുന്നതാണ്. അയാൾക്ക് കുട്ടികളോട് സഹതാപം തോന്നി. ഇങ്ങനെയൊക്കെയാണോ വളർന്നു വരുന്ന കുട്ടികളോട് പെരുമാറേണ്ടത്? സ്നേഹമുള്ള ഒരു വീട്ടിലാണെങ്കിൽ ഇങ്ങനെയാണോ? ഒരു അനാഥാലയമെന്നാൽ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുണ്ടോ? സ്നേഹം നിറഞ്ഞ ഒരു വീട്ടിൽ സ്നേഹമുള്ള അച്ഛനമ്മമാർക്കൊപ്പം സ്നേഹമുള്ള ഒരു അനുജത്തിയുമായി വളർന്നു വന്ന ഷിജോവിന് ഇത് അസഹ്യമായി തോന്നി. ഇതൊക്കെ പോരാത്തതിന് രാത്രിയുള്ള അവഹേളനങ്ങളും പീഡനങ്ങളും. ഇതെത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ആലോചിക്കാൻ കൂടി അയാൾ ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഇവർ ചെയ്ത അപരാധം? അയാൾ കുട്ടികളുടെ രജിസ്റ്റർ എടുത്തു നോക്കി. 8 വയസ്സ് തൊട്ട് 15 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ. ആനിയുടെ വയസ്സ് 13. 13. അവളേക്കാൾ പ്രായമുള്ളവർ 2 പേർ മാത്രം. 15 വയസ്സായ ജിസിയും 14 തികയാത്ത ദീപയും. അയാൾ പുസ്തകമടച്ചുവെച്ചു. കിടക്കുമ്പോൾ ഷിജോ ഓർത്തു, 2 ദിവസം മുമ്പ് വരെ ആ കട്ടിലിൽ കിടന്നിരുന്ന മനുഷ്യനെ. വൃത്തികെട്ട മനുഷ്യൻ. അയാൾക്ക് പാപമംഗലമായ ആ കട്ടിലിൽ നിന്ന് താഴെയിറങ്ങി വെറും നിലത്ത് കിടക്കാൻ തോന്നി. പുറത്തേക്കുള്ള വാതിൽ കഴിഞ്ഞ ഉടനെയാണ് മാനേജറുടെ മുറി. ഒരിടുങ്ങിയ മുറി. അതിൽ ഒരു പഴഞ്ചൻ മേശയ്ക്ക് പിന്നിൽ മേശയേക്കാൾ പഴഞ്ചനായ മാനേജർ ഇരിക്കുന്നു. രാവിലെ 8 മണി മുതൽ 1 മണി വരെ, അതുകഴിഞ്ഞ് 3 മുതൽ 5 വരെ എല്ലാം ഒത്തുവന്നിരിക്കുന്നു. വരാന്തയിലിട്ട് കസേരയിലിരുന്ന് പത്രം നോക്കുമ്പോൾ ഷിജോ ആലോചിച്ചു, ഈ മനുഷ്യനോട് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക? വർത്തമാന പത്രത്തിന്റെ കാര്യം ഇന്നലെ സംസാരിച്ചപ്പോൾ തന്നെ ഷിജോവിനത് മനസ്സിലായിരുന്നു. പത്രത്തിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? അതൊന്നും മാനേജ്മെന്റ് സമ്മതിക്കില്ല എന്നാ തോന്നണത്. ഇതിനൊക്കെ എന്തിനാണ് മാനേജ്മെന്റിന്റെ സമ്മതം? മാനേജർക്ക് സ്വന്തം തീരുമാനമെടുത്തുകൂടെ? നല്ല കാര്യായി. എന്റെ ജോലി തെറിപ്പിക്കണമെന്ന് നിർബന്ധമുള്ള പോലെ. മാഷേ, നിങ്ങളുടെ ജോലിയൊന്നും ഈ ഒരു കാര്യം കൊണ്ട് തെറിക്കില്ല. അയാൾ ഷിജോവിനെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി. നിങ്ങൾക്കത് പറയാം. നിങ്ങൾ ചെറുപ്പാണ്. എനിക്ക് വയസ്സ് 70. വീട്ടിലിരിക്കണതിന് പകരം ഇവിടെ വന്നിരിക്കണു. അതിന് മാസം 3000 കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോട്ടെ. ഈ മനുഷ്യനിൽ നിന്ന് ഒരു സഹകരണവും പ്രതീക്ഷിക്കേണ്ട എന്ന് ഷിജോവിന് മനസ്സിലായി. അപ്പോൾ പത്രം വായിക്കണമെന്ന് തോന്നിയാൽ പുറത്തിറങ്ങി ഏറ്റവും ക്ഷോഭജനകമായ തലേക്കെട്ടുള്ള ഏതെങ്കിലും പത്രം വാങ്ങിക്കൊണ്ടുവരും. അതിൻ്റെ തമാശ ഇതാണ്. രാവിലത്തെ തിരക്കുള്ള പണികൾ കഴിഞ്ഞാൽ മാനേജർ മുറിയിലേക്ക് വരുന്നു പത്രം കടം വാങ്ങാൻ. നാണമില്ലാത്ത മനുഷ്യൻ. പത്രത്തിൻ്റെ ഒക്കെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ച ആളാണ് വായിച്ചു വയ്ക്കാൻ ക്ഷമയില്ലാതെ പത്രമെടുത്തുകൊണ്ട് പോകുന്നത്. മാറ്റങ്ങൾക്കുള്ള ശ്രമത്തിൽ സഹകരിക്കുമോ എന്നറിയാൻ ഇനി ഒരാളെ ബാക്കിയുള്ളൂ. ഭക്ഷണം പാകം ചെയ്യുന്ന ലിസി. ആദ്യ നോട്ടത്തിൽ തന്നെ ഷിജോവിന് അവരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരുടെ പ്രായമെന്താണെന്നറിയാനുള്ള ശ്രമം അയാൾ ഉപേക്ഷിച്ചു. 30 തൊട്ട് 50 എന്തുമാകാം. ചുരുണ്ട് ചെമ്പിച്ച തലമുടി കഴുത്തുവരെ.
ഇരുനിറമാണെങ്കിലും അത് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമാണ്. ഒരു ദിവസം കാണുമ്പോഴുള്ള നിറമായിരിക്കില്ല പിറ്റേ ദിവസം. നരച്ച ഒരു നൈറ്റിയാണ് വേഷം. അതിൻ്റെ നിറത്തെപ്പറ്റിയും അവരുടെ നിറത്തെപ്പറ്റിയും പറഞ്ഞ പോലെ ഊഹങ്ങളാവാം. 2 തട്ടിലായി പ്ലേറ്റുകൾ നിരത്തിയ ട്രോളിയും ഉന്തിക്കൊണ്ട് ലിസി വരാന്തയിലൂടെ വന്നു. മാനേജർക്കുള്ള ചായ മുറിയിലേക്ക് കൊണ്ടുപോയി അവർ തിരികെ വന്നു. അടുത്തു തന്നെയുള്ള വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് മാനേജർക്ക് രാവിലത്തെ ഭക്ഷണമില്ല. അടുത്തത് തൻ്റെ ഊഴമാണ്. തനിക്കുള്ള പ്ലേറ്റും ചായ നിറച്ച ഗ്ലാസും മേശപ്പുറത്ത് വച്ച് ലിസി പോയി. ഉപ്പുമാവ് തന്നെ. ഇത് 3-ാമത്തെ ദിവസമാണ് തുടർച്ചയായി ഒരേ വിഭവം തന്നെ കഴിക്കാൻ പോകുന്നത്. നന്നായി വെന്തിട്ടില്ലാത്ത ഉപ്പുമാവ്. ഒരു കട്ട ഉതിർത്താൽ നനഞ്ഞിട്ടില്ലാത്ത റവ കാണാം. ഇത് കഴിച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ നെഞ്ചിലെരിച്ചിൽ തുടങ്ങും. ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന ആന്റാസിഡ് ഗുളികകൾ ബാക്കിയുണ്ട്. ഇന്നും വേണോ പരീക്ഷണം? അയാൾ ചായ ഒരു കവിൾ കുടിച്ച് ഗ്ലാസ് മേശപ്പുറത്ത് വച്ച് എഴുന്നേറ്റു. ഇന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് കാണണം. കുട്ടികൾ ഊൺമുറിയിൽ വരിവരിയായി നിൽക്കുകയാണ്, പ്രതീക്ഷകളോടെ. ലിസി മേശയ്ക്കരികെ പാർക്ക് ചെയ്ത ട്രോളിയിൽ നിന്ന് ഓരോരുത്തരായി വന്ന് പ്ലേറ്റുകൾ എടുത്തുകൊണ്ടുപോയി മേശയ്ക്കിരുവശത്തുമിട്ട ബെഞ്ചുകളിൽ തിങ്ങിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വലിയ ഉത്സാഹമൊന്നും ആരിലും കാണാൻ കഴിഞ്ഞില്ല. സാറ് കഴിക്കണില്ലേ? ലിസി ചോദിച്ചു. ഞാൻ കഴിക്കാം. ഇപ്പൊ മക്കള് കഴിക്കണത് കാണട്ടെ. ലിസിയുടെ മുഖത്ത് ഒരു വികാരവുമില്ല. ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ അത്ഭുതത്തോടെ ഷിജോവിനെ നോക്കി. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ അവർ ഭക്ഷണം കഴിക്കുന്നത് താൽപ്പര്യത്തോടെ നോക്കി നിൽക്കുന്നത്. ലിസി ട്രോളി അവിടെ തന്നെ ഇട്ട് പുറത്തേക്ക് പോയി. ഷിജോ മേശക്കരികിലേക്ക് നടന്നു. ഏറ്റവും ചെറിയ കുട്ടിയുടെ അടുത്ത് ചെന്നു. ഇന്നലെ രജിസ്റ്ററിൽ അവളുടെ പേർ കണ്ടതയാൾ ഓർമ്മിച്ചു. 8 വയസ്സായ നന്ദിത. മെലിഞ്ഞ് ഇരുനിറത്തിലുള്ള ഒരു കുട്ടി. ഒരു ആയുഷ്കാലത്തിനുള്ളിൽ അനുഭവിക്കേണ്ടതെല്ലാം 8 വയസ്സിനുള്ളിൽ അനുഭവിച്ച് തീർത്തിട്ടുണ്ടാകും ആ കുട്ടി. നന്ദിത മോൾ ഏത് ക്ലാസ്സിലാണിപ്പോ? അവൾ കുനിഞ്ഞിരുന്ന് എന്തോ പറഞ്ഞു. നന്ദിത 2-ാം ക്ലാസ്സിലാണ് സാർ. ആനിയാണ് പറഞ്ഞത്. ഒരു രാത്രിയിലെ പരിചയം കാരണം അവൾക്കയാളുമായി അടുപ്പമുണ്ടായ പോലെ. മോക്ക് പുസ്തകമൊക്കെ ഇല്ലേ? എന്റെ പെൻസിൽ കഴിയാറായി. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതെയോ? ഇന്ന് തന്നെ വാങ്ങിത്തരാം. എല്ലാവർക്കും മതിയാവുന്നുണ്ടോ ഭക്ഷണം? അയാൾ എല്ലാവരോടുമായി ചോദിച്ചു. എല്ലാവരും തലയാട്ടി. എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടോ ഭക്ഷണം? അയാൾ വീണ്ടും ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. അയാൾ ഓരോരുത്തരുടെയും മുഖത്തു നോക്കി. ഒരു വികാരവുമില്ലാതെ ഇരിക്കുകയാണവർ. ചോദ്യത്തിന് വലിയ അർത്ഥമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ലിസി വന്നു. എന്താ കഴിഞ്ഞില്ലേ പിള്ളാരെ? കുട്ടികൾ ഓരോരുത്തരായി പ്ലേറ്റുമെടുത്ത് എഴുന്നേൽക്കാൻ തുടങ്ങി. പലരുടെ പ്ലേറ്റിലും ഉപ്പുമാവ് ബാക്കി കിടപ്പുണ്ട്. ഇതൊരു നിത്യസംഭവമായതിനാലായിരിക്കണം ലിസി ഒന്നും പറഞ്ഞില്ല. കുട്ടികൾ കൊണ്ടുവന്നു കൊടുക്കുന്ന കഴുകിയ പ്ലേറ്റുകൾ ട്രോളിയിൽ അടുക്കി വെച്ച് അത് മുന്തിക്കൊണ്ട് അവൾ പോയി. കുട്ടികൾ ഓരോരുത്തരായി അവരുടെ മുറിയിലേക്കും പോയി. ഇനി അവർ പുറപ്പെട്ട് സ്കൂളിൽ പോകും. ഉച്ചഭക്ഷണത്തിനായി 1 മണിക്ക് വരും. കുട്ടികൾ വെള്ള സ്കർട്ടും നീല ടോപ്പുള്ള യൂണിഫോമും ഇട്ട് ഒന്നായി പുറത്തിറങ്ങി. അയാൾ വാതിൽക്കൽ നിന്ന് അവർ പോകുന്നത് നോക്കി നിന്നു. പള്ളിവക സ്കൂൾ അടുത്ത പറമ്പിൽ തന്നെയാണ്. പെട്ടെന്ന് അവരുടെ ഇടയിൽ നിന്ന് നന്ദിത അയാളുടെ നേരെ ഓടി വന്നു. എന്താ മോളെ, വല്ലതും മറന്നോ? പിന്നെ? കുനിഞ്ഞിരുന്ന് അവളുടെ 2 കൈകളും പിടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. പിന്നെ എന്താ? അവൾ അയാളുടെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു. പെൻസിലിന്റെ അറ്റത്ത് റബ്ബറും വേണം. എനിക്ക് വേറെ റബ്ബറില്ല സാർ. വാങ്ങിത്തരാം. ഉച്ചയ്ക്ക് മോൾ വരുമ്പോ അറ്റത്ത് റബ്ബറുള്ള പെൻസിൽ ഉണ്ടാവും ഇവിടെ. അവൾ സന്തോഷത്തോടെ ഓടിപ്പോകുന്നത് അയാൾ നോക്കി നിന്നു. എന്താ ആ കുട്ടി സാറിനോട് സ്വകാര്യം പറഞ്ഞിരുന്നത്? മാനേജറായിരുന്നു. അയാൾ ഗേറ്റ് കടന്ന് വരികയായിരുന്നു. 8 മണി മുതലാണ് മാനേജറുടെ ജോലി സമയം. അവൾക്കൊരു സാധനം വാങ്ങണമെന്ന് പറഞ്ഞതാ. ഇതാ കണ്ട അതും ഇതൊന്നും വാങ്ങിക്കൊടുത്ത് കുട്ടികളുടെ സ്വഭാവം കേടുവരുത്തണ്ട, പറഞ്ഞേക്കാം. അവൾക്ക് വേണ്ടത് ഒരു പെൻസിലാണ്. പെൻസിലല്ല എൻ്റെ അടുത്തുള്ളത്. ഞാൻ പെട്ടിക്കണക്കിന് വാങ്ങിവെക്കും. അതെയോ? ശരിക്കു പറഞ്ഞാൽ ആരാണ് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നയാൾക്കറിയില്ലായിരുന്നു. മാനേജറായിരിക്കണം. അപ്പോൾ എന്തിനാണ് ആ കുട്ടി തന്നോടത് ചോദിച്ചത്? വരൂ, കാണിച്ചു തരാം.
ഇനിത്തട്ട് കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാൽ എന്നോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി. ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. മാസത്തിൽ ഒരു പെൻസില്, ഒരു റീഫില്ല്, 4 കുട്ടികൾക്ക് കൂടി ഒരു സോപ്പ്, അങ്ങനെയൊക്കെ. ഷിജോ മാനേജറുടെ പിന്നാലെ അയാളുടെ മുറിയിലേക്ക് കടന്നു. മാനേജർ കയ്യിലുള്ള സഞ്ചി മേശപ്പുറത്ത് വെച്ച് കസേല ഒരു പഴംതുണിയെടുത്ത് തുടച്ച് അതിന്മേൽ ഉപവിഷ്ടനായി. മേശപ്പുറത്ത് വെച്ച പൗഷ് സാവധാനത്തിൽ തുറന്ന് ഒരു താക്കോൽ കൂട്ടമെടുത്ത് എഴുന്നേറ്റു. വരൂ. ഷിജോ നിൽക്കുക തന്നെയായിരുന്നു. മാനേജർ ചുമരരികിൽ വച്ച 2 ഇരുമ്പലമാറകളിലൊന്ന് തുറന്നു. ശരിയാണ്, എല്ലാം പെട്ടിക്കണക്കിന് വാങ്ങിവെച്ചിട്ടുണ്ട്. മേൽ തേക്കുന്ന സോപ്പുകൾ, തിരുമ്പാനുള്ള ബാർ സോപ്പുകൾ, ടൂത്ത് പേസ്റ്റ്, നോട്ട് പുസ്തകങ്ങൾ, പെൻസിലുകൾ. ഷിജോ അട്ടിയാക്കി വെച്ച പെൻസിലിൻ പെട്ടികളിലൊന്ന് പുറത്തേക്കെടുത്തു നോക്കി. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അത് മാർക്കറ്റിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞവയാണെന്ന്. അനാഥ കുട്ടികൾക്ക് അതൊക്കെ മതിയാവും. എല്ലാം അറ്റത്ത് റബ്ബറില്ലാത്തവയാണ്. കുട്ടികൾക്ക് റബ്ബർ കൊടുക്കില്ലേ? പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഒരെണ്ണം കൊടുക്കും. പിന്നെ അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴും. നന്ദിതയുടെ റബ്ബർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ തേഞ്ഞു പോയിട്ടുണ്ടാവും. എന്തായാലും വാക്കുകൊടുത്ത സ്ഥിതിക്ക് അത് വാങ്ങിക്കൊടുക്കാം. ഷിജോ പുറത്തിറങ്ങി. ലിസിയെ കണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യം സംസാരിക്കണം. രാവിലത്തെ ഭക്ഷണം കുറച്ചുകൂടി നന്നാക്കാൻ വല്ല വഴിയുമുണ്ടോയെന്ന് നോക്കണം. രാവിലത്തെ മാത്രമല്ല, പൊതുവെ ഭക്ഷണം നന്നാക്കാൻ. എങ്ങനെയെന്നതിനെപ്പറ്റി വലിയ രൂപമൊന്നുമില്ല ഷിജോവിന്. ശ്രമിക്കാമെന്ന് മാത്രം. അടുക്കളയിലേക്ക് കടക്കും മുമ്പ് തന്നെ അയാൾക്ക് ബീഡിപ്പുകയുടെ മണം അനുഭവപ്പെട്ടു. വാതിൽ കടന്ന ഉടനെ അതെവിടെ നിന്ന് വരുന്നുവെന്നും മനസ്സിലായി. വലതു കൈ പിന്നിലേക്ക് പിടിച്ചിരുന്നെങ്കിലും മൂക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുക നിസ്സഹായയായി നോക്കി നിൽക്കാനേ ലിസിക്ക് പറ്റിയുള്ളൂ. ലിസി ചേച്ചി, ആ ബീഡി നശിപ്പിക്കണ്ട, വലിച്ചോളൂ. ഇല്ല, അതു കഴിയാറായി. ഒരു ചമ്മലോടെ പറഞ്ഞുകൊണ്ട് അവർ ബീഡി അടുക്കള തിണ്ണമേൽ കുത്തിക്കെടുത്തി ചവറ്റുകൊട്ടയിലിട്ടു. ആരും വരാറില്ല അടുക്കളയിൽ. അവർ തുടർന്നു. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. സാരില്ല, ഞാൻ വന്നത് ഒരു കാര്യം ചോദിക്കാനാണ്. എന്തേ? നമുക്ക് രാവിലെ ഓരോ ദിവസം വെവ്വേറെ പലഹാരം ഉണ്ടാക്കിക്കൂടെ? എന്നും ഈ ഉപ്പുമാവ് തന്നെയാവുമ്പോൾ കുട്ടികൾക്ക് മടുക്കില്ലേ? എനിക്ക് വാങ്ങിത്തരണ സാധനം കൊണ്ടല്ലേ ഉണ്ടാക്കാൻ പറ്റൂ. അരിയും ഉഴുന്നും വാങ്ങിത്തന്നാൽ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാം. മാവരയ്ക്കാൻ ഇവിടെ ഗ്രൈൻഡറുണ്ട്. അരിപ്പൊടിയും കടലയും വാങ്ങിത്തന്നാൽ പിട്ടും കടലക്കൂട്ടാനുണ്ടാക്കാം. ഇവിടെ ആകെ വാങ്ങണത് റവ്യാണ്. ഇതാ ഞാൻ പറഞ്ഞൊന്നും മാനേജറോട് പറയല്ലേ. അന്നം മുടക്കാൻ നീർക്കോലി മതി. അതുപോലെ രാത്രി ഭക്ഷണവും കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുമോ? സാറേ, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ. ഞാൻ വേണമെങ്കിൽ സാറിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിത്തരാം, മാനേജർ അറിയാതെ. മറ്റൊന്നും നടക്കുന്നു തോന്നണില്ല. സാറിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന വാർഡൻ അങ്ങേർക്ക് മാത്രമായിട്ട് മീനും മുട്ടയും ഇറച്ചിയും വാങ്ങിക്കൊണ്ടുവരാറുണ്ട്, ആരും അറിയാതെ. അത് ശരിയല്ല. ഷിജോവിനത് വളരെ അരോചകമായി തോന്നി. കുട്ടികൾ എന്ത് കഴിക്കണോ അത് തന്നെ മതി എനിക്കും. അത് കുറച്ചുകൂടെ നന്നാക്കാൻ എന്ത് ചെയ്യണമെന്നാ ഞാൻ ആലോചിക്കണത്. ലിസി കൈമലർത്തി. ഇപ്പോൾ എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ? ഞാൻ പുറത്തു പോവാണ്. എന്തെങ്കിലും വേണമെങ്കിൽ മാനേജറോടെ പറയാവുന്ന, വേറെ ആരോടും പറയരുതെന്ന് ചട്ടം കിട്ടിയിട്ടുണ്ട്. ശരി. ഷിജോ പുറത്തു കിടന്നു. മാനേജറോട് സംസാരിക്കണം. കാര്യമുണ്ടാവുമോ എന്നൊന്നും അറിയില്ല. മാനേജർ അന്നത്തെ ചൂടുള്ള വർത്തമാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. താൻ അകത്ത് കടന്നതൊന്നും അറിഞ്ഞിട്ടില്ല. ഷിജോ മുരടനക്കിയപ്പോൾ മാനേജർ പത്രത്തിൽ നിന്ന് തല ഉയർത്തി നോക്കി. ഷിജോ വന്നതെല്ലാം താൻ അറിഞ്ഞിരിക്കുന്നുവെന്ന മട്ടിൽ ചോദിച്ചു. എന്തേ? ഒന്നുമില്ല, ഞാൻ ടൗണിലേക്ക് പോവാണ്. എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഹേയ്, ഒന്നുമില്ല. എല്ലാം ഞാൻ മൊത്തക്കച്ചവടക്കാരുടെ അടുത്തുനിന്ന് വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് രാവിലത്തെ ഭക്ഷണം കുറച്ചുകൂടി നന്നാക്കിക്കൂടെ? എങ്ങനെ? ഓരോ ദിവസം ഓരോ ഐറ്റം ഉണ്ടാക്കാലോ. ഒരു ദിവസം ഉപ്പുമാണെങ്കിൽ അടുത്ത ദിവസം പിട്ടും കടലയും, പിന്നെ ഒരു ദിവസം ഇഡ്ഡലി, അങ്ങനെ. മാഷേ, ഇതൊരു അനാഥാലയാണ്. നമ്മളിപ്പോൾ ചെയ്യണതുകൊണ്ട് തന്നെ അവർക്ക് സന്തോഷമാണ്. മാഷ് അവരുടെ തലയിൽ അങ്ങനത്തെ ഐഡിയ ഒന്നും കയറ്റണ്ട. മാഷക്ക് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് സ്പെഷ്യലായി ഉണ്ടാക്കിത്തരാൻ ഞാൻ ലിസിയോട് പറയാം. അത് വേണ്ട. ഷിജോ പുറത്തു കിടന്നു. താൻ അങ്ങനെ സമ്പന്നതയിൽ വളർന്ന ആളൊന്നുമല്ല. അപ്പനുണ്ടായിരുന്ന കാലം തൊട്ടേ വീട്ടിൽ പണത്തിന് വിഷമമുണ്ടായിരുന്നു. അപ്പൻ നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടവനായി.
പള്ളിക്കാർക്ക് വേണ്ടപ്പെട്ടവനായി. പക്ഷേ വീട് നോക്കുന്ന കാര്യത്തിൽ കുറച്ച് പിന്നോക്കമായിരുന്നു. വേണമെന്ന് വച്ചിട്ടല്ല. ജനപ്രീതിയും ആൾക്കാരുടെ ബലഹീനതകളും മുതലെടുത്ത് പണമുണ്ടാക്കുന്ന കാര്യത്തിൽ വിമുഖനായിരുന്നു അദ്ദേഹം. ഫലം പലപ്പോഴും അടുക്കളയിൽ ഒഴിഞ്ഞ പാത്രങ്ങളും ഉടുക്കാൻ തുന്നിക്കൂട്ടിയതോ ദാനം കിട്ടിയതോ ആയ പഴകിയ വസ്ത്രങ്ങളും മാത്രം. വസ്ത്രങ്ങളുടെ കാര്യം ഓർത്തപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിൽ വന്നത്. കുട്ടികൾക്ക് നൈറ്റി വാങ്ങണം. പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിഞ്ഞിട്ടും അയാൾ തിരിച്ചുപോയി ചോദിച്ചു, മറ്റൊരു കാര്യം എന്തേ? നമ്മുടെ കുട്ടികൾക്ക് ഈ 2 നൈറ്റി വാങ്ങണം. അവരിപ്പോൾ വെറും ഷിമ്മീസിട്ടാണ് ഉറങ്ങണത്. അത് ശരിയല്ല. അതൊന്നും കമ്മിറ്റി സമ്മതിക്കില്ല മാഷേ. അതും ഇതൊന്നും ചിന്തിക്കാതെ മാഷുടെ പണി നോക്കിയിരിക്കാൻ നല്ലത്. ചെറുപ്പല്ലേ, അങ്ങനെയൊക്കെ തോന്നും. മാനേജർ തിരിച്ച് പത്രത്തിലേക്ക് ഊളിയിട്ടു. ഇനി തിരിച്ച് സ്വന്തം മുറിയിൽ പോയി മേശയ്ക്ക് മുമ്പിലിട്ട് കസേലയിലിരിക്കുമ്പോൾ ഷിജോ വല്ലാതെ ക്ഷോഭിച്ചിരുന്നു. ഒരു ചായ കുടിക്കണം. ലിസിയോട് പറഞ്ഞാൽ ഉണ്ടാക്കിത്തരും. ചിലപ്പോൾ അത് കുടിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നാം. പിന്നെ നന്ദിതയ്ക്ക് പെൻസിൽ വാങ്ങണം. നന്ദിതയെ കാണുമ്പോൾ ഓർക്കുന്നത് ലിജിയുടെ ബാല്യമാണ്. അവളും നന്ദിതയെപ്പോലെ തലമുടി 2 ഭാഗത്തേക്കും പിന്നിയിടുകയാണ് ചെയ്യാറ്. അയാൾ പുറത്തിറങ്ങി. വിൻസെന്റ് ചേട്ടന്റെ ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചപ്പോൾ കാര്യങ്ങളൊന്നും അത്ര മോശമല്ലെന്നും എല്ലാം തനിക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റുമെന്നുമുള്ള ബോധമുണ്ടായി. ഒരു കടുപ്പം ചായയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണത്. അയാൾ അതിനെതിർവശത്തുള്ള കമ്മിറ്റി ഓഫീസിലേക്ക് നടന്നു. മാത്യു അച്ഛൻ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തു വരികയായിരുന്നു. പ്രൈസ് ദ ലോഡ്. പ്രൈസ് ദ ലോഡ്. എന്താ ഷിജോ വിശേഷം? നമ്മുടെ അനാഥാലയത്തിന്റെ കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാൻ അച്ഛനെ കാണാൻ വന്നതാണ്. നല്ലത്, വരൂ. താൽപ്പര്യത്തോടെ എല്ലാം കേട്ടിരുന്ന മാത്യു അച്ഛൻ എഴുന്നേറ്റ് ചുമരരികിൽ വെച്ച സ്റ്റീൽ അലമാര തുറന്ന് 2 ഫയലും ഏതാനും രജിസ്റ്ററുകളും പുറത്തെടുത്തു. എല്ലാം മേശപ്പുറത്ത് വച്ച ശേഷം അദ്ദേഹം ഷിജോവിന്റെ മുഖത്ത് നോക്കി. നമുക്ക് രാവിലത്തെ കാര്യം തൊട്ട് തുടങ്ങാം. ഇന്ന് 18-ാം തീയതിയല്ലേ? ഈ മാസം ഇതിനകം 2 പ്രാവശ്യം പലചരക്ക് വാങ്ങിക്കഴിഞ്ഞു. ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാനുള്ള അരിയും ഉഴുന്നുപരിപ്പും വാങ്ങിയിട്ടുണ്ട്. 50 കിലോ പൊന്നിയരിയും 15 കിലോ ഉഴുന്നും. 16 കുട്ടികൾക്കും വാർഡനും കുക്കിനും 10-12 ദിവസം കഴിക്കാനുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോ പിന്നെ എന്നും റവ ഉപ്പുമാവ് വയ്ക്കുന്നു എന്ന പരാതി എങ്ങനെ വരണു? ഇനി മറ്റുള്ള സാധനങ്ങൾ നോക്കാം. ഇതാ. ഫയലിൽ നോക്കിക്കൊണ്ട് മാത്യു അച്ഛൻ പറഞ്ഞു. 15 കിലോ അരിപ്പൊടി വാങ്ങിയതായി കാണുന്നുണ്ട്. 10 കിലോ കടല, 25 കിലോ ഗോതമ്പ് പൊടി, കോഴിമുട്ട 5 പ്രാവശ്യം 1.5 ഡസൻ വീതം. ഫയലടച്ചു വച്ച് മാത്യു അച്ഛൻ ഷിജോവിനെ നോക്കി. അച്ചോ, ഇതൊന്നും അവിടുത്തെ അടുക്കളയിൽ എത്തണമെന്ന് തോന്നണില്ല. ഉണ്ടെങ്കിൽ ലിസി ചേച്ചി പറയുമായിരുന്നു. ഇതെല്ലാം വാങ്ങിക്കൊടുക്കണത് മാനേജറാണ്. അദ്ദേഹം തന്ന കണക്കുകളാണിതൊക്കെ. എല്ലാറ്റിനും രസീതുണ്ട്. ഇത് അന്വേഷിക്കേണ്ട കാര്യമാണ്. പാവം കുട്ടികൾ. അവർക്ക് വേണ്ടി വാങ്ങണ സാധനങ്ങളൊന്നും അവർക്ക് കിട്ടണില്ലെന്നർത്ഥം. ഒരു കാര്യം ചെയ്യ, ഷിജോ ഇപ്പോൾ പൊയ്ക്കോ. ഞാനിതൊന്ന് അന്വേഷിക്കട്ടെ. എന്നെ കണ്ടു, ഇതൊക്കെ സംസാരിച്ചു എന്ന് ആരും അറിയണ്ട. സഭ ഒരുപാട് പണം ഈ അനാഥാലയത്തിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. ഒക്കെ നല്ലവർ ദാനം ചെയ്തതും സഭയുടെ ഫണ്ടിൽ നിന്നും എടുത്തതും ഒക്കെയാണ്. അതൊക്കെ ആ സാധുക്കുട്ടികൾക്ക് കിട്ടണില്ലെങ്കിൽ കഷ്ടാണ്. ഒരു വിധത്തിൽ ഞാനും തെറ്റുകാരനാണ്. കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പോട്ടെ. കർത്താവിന് സ്തുതി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നന്ദിതയ്ക്ക് വേണ്ടി അറ്റത്ത് റബ്ബറുള്ള നല്ലൊരു പെൻസിൽ വാങ്ങുമ്പോൾ അയാൾ മാനേജറുടെ മുറിയിൽ കണ്ട മോശം പെൻസിലുകളും കടയിൽ കണ്ടു. ഏകദേശം പകുതിയിൽ താഴെ മാത്രം വിലയുള്ള ആ പെൻസിലുകൾ എന്തുകൊണ്ടോ അയാളെ വേദനിപ്പിച്ചു. കൂട്ടുകാരിൽ പലർക്കും HB എന്നെഴുതിയ ഭംഗിയുള്ള പെൻസിലുകൾ ഉണ്ടായിരുന്നു. അതുപോലുള്ള പെൻസിൽ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാലും അപ്പൻ വാങ്ങിക്കൊണ്ടുവരിക ഏറ്റവും വില കുറഞ്ഞ, തീരെ ഭംഗിയില്ലാത്ത, ചെത്തുമ്പോൾ മുന പൊട്ടിപ്പോകുന്ന പെൻസിലുകളായിരിക്കും. അത്രയ്ക്ക് അപ്പന് പറ്റിയിരുന്നുള്ളൂ. ഉച്ചഭക്ഷണത്തിന് വന്ന ഉടനെ നന്ദിത പെൻസിലിന്റെ കാര്യം ചോദിക്കുമെന്നാണ് ഷിജോ കരുതിയത്. അവൾ പക്ഷേ ചോദിക്കുകയുണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ മുറിയുടെ മുമ്പിലൂടെ നടന്നു. വാതിൽക്കലെത്തിയാൽ അവളുടെ നടത്തം പതുക്കെയാവും. തലതിരിച്ച് അയാളെ നോക്കി ചിരിക്കുകയും ചെയ്യും. ചോദിച്ച് കിട്ടാതെ വഷളാവേണ്ടെന്ന് അവൾ കരുതിയിരിക്കും. 4-ാമത്തെ തവണ
അവൾ വാതിൽക്കലെത്തിയപ്പോൾ ഷിജോ ചോദിച്ചു, എന്താ നന്ദിത മോളെ? അവൾ ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. അവളുടെ മുഖം പെട്ടെന്നിരുണ്ടത് അയാൾ ശ്രദ്ധിച്ചു. സാർ പെൻസിലിന്റെ കാര്യം മറന്നുവെന്നവൾക്ക് തോന്നി. ഒരുപക്ഷെ ക്ലാസ്സിൽ അവളുടെ കൂട്ടുകാരികളോട് അവൾ പുതിയ പെൻസിൽ കിട്ടുന്നതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവണം. അറ്റത്തെ റബ്ബറുള്ള ഭംഗിയുള്ള പെൻസിൽ. ഇനി ക്ലാസ്സിൽ പുതിയ പെൻസിലില്ലാതെ പോകുമ്പോൾ ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. ഷിജോ അവളെ വിളിച്ചു. മോളിവിടെ വാ. എന്താ സാർ? അയാൾ മേശവലിപ്പിൽ നിന്ന് കടും പച്ച നിറമുള്ള അറ്റത്തെ റബ്ബറുള്ള പെൻസിൽ പുറത്തേക്കെടുത്തു. മോൾ ഇതന്വേഷിച്ച് നടക്കുമായിരുന്നോ? അവളുടെ മുഖത്ത് നാണം. അവൾ കൈനീട്ടിക്കൊണ്ട് ഓടി വന്നു. പെൻസിൽ മൂക്കിന് മുമ്പിൽ കൊണ്ടുപോയി പുതുമയുടെ മണം ആസ്വദിക്കുകയാണ് നന്ദിത. നോക്ക്, റബ്ബറിന് നല്ല വാസനയുണ്ട്. അവളത് വാസനിച്ചു നോക്കി തലയാട്ടി. മോക്കിത് ഇഷ്ടായോ? അവൾ ഓടിപ്പോയി. പുതിയ പെൻസിൽ ചേച്ചിമാരെ കാണിക്കാൻ ധൃതിയായിട്ടുണ്ടാകണം അവൾക്ക്. ലിസി തലയാട്ടുകയാണ്. ഇല്ലച്ചോ, ഇതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അരിപ്പൊടിയും കടലയും കണ്ട കാലം മറന്നിരിക്കണോ? മുട്ടയുടെ കഥ അതുതന്നെ. തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണണ്ടേ? മാത്യു അച്ഛൻ്റെ ഒപ്പം വന്ന രണ്ടുപേരും കമ്മിറ്റിയിലുള്ളവർ തന്നെ. അവർ അടുക്കളയിലുള്ള സാധനങ്ങളുടെ കണക്കെടുക്കുകയാണ്. അവരുടെ കണ്ണുകളിൽ അമ്പരപ്പുണ്ട്. ഇത്രയും കുറച്ചു സാധനങ്ങൾ കൊണ്ട് എങ്ങനെയാണ് 16 കുട്ടികൾക്കുള്ള മെസ്സ് നടത്തുക? കയ്യിലുള്ള രസീതുകളിൽ കാണിച്ച സാധനങ്ങളിൽ പകുതിയും ഇവിടെ എത്തിയിട്ടില്ല. മാനേജർ എപ്പോഴാണ് പോയത്? മാത്യു അച്ഛൻ ചോദിച്ചു. അങ്ങേര് 5 മണിയായാൽ പോകും. സാധനങ്ങൾ കടക്കാർ ഇവിടെ എത്തിക്കുകയാണോ അതോ? അല്ല, മാനേജർ എന്നെ പെട്ടിയാട്ടോ പിടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ കണക്കിലൊന്നും തെറ്റുവരാൻ വഴിയില്ല എന്നർത്ഥം. ഷിജോവിൻ്റെ മുറിയിൽ ലിസി ഉണ്ടാക്കി കൊണ്ടുവന്ന ചായ കുടിച്ചുകൊണ്ടിരിക്കെ മാത്യു അച്ഛൻ പറഞ്ഞു. ലിസി പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. കഴിഞ്ഞ 15 കൊല്ലമായി ഞാൻ അവളെ അറിയും. ഒരനാഥയായി വന്നതാണ് 20-ാം വയസ്സിൽ. അപ്പനും അമ്മയും അടുത്തടുത്തായി മരിച്ചു. ദരിദ്ര കുടുംബത്തിലായതുകൊണ്ട് ഇവളെ ഏറ്റെടുക്കാൻ ബന്ധുക്കളാരും തയ്യാറായില്ല. കല്യാണം നടത്തിക്കൊടുക്കാമെന്ന് സഭ പറഞ്ഞു. അവൾക്ക് കല്യാണത്തിൽ ഒരു താല്പര്യവുമില്ലായിരുന്നു. അന്നിവിടെ ഒരു വയസ്സായ സ്ത്രീയായിരുന്നു ഭക്ഷണം പാകം ചെയ്യാൻ. അവരുടെ കാലം കഴിഞ്ഞപ്പോൾ ഇവൾ സ്വയം ഏറ്റെടുത്ത ജോലിയാണിത്. വേറെ ഒരു താല്പര്യവുമില്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ? ഷിജോ ഒന്നും പറഞ്ഞില്ല. അയാളുടെ മനസ്സിൽ സമ്മിശ്ര വികാരങ്ങളായിരുന്നു. മാനേജർ പണം വെട്ടുന്നുണ്ടെന്ന് കമ്മിറ്റി മെമ്പർമാരെ പോലെ അയാൾക്ക് മനസ്സിലായി. ഗതിയില്ലാത്ത പാവം പെൺകുട്ടികൾക്ക് കിട്ടേണ്ട ഭക്ഷണത്തിൽ തിരിമറി ചെയ്യുന്നത് കൊടിയ അപരാധമാണ്. രാവിലെ പള്ളിയിൽ കമ്മിറ്റി ഓഫീസിന്റെ പടി കയറുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്ന ഊഹം പോലും അയാൾക്കുണ്ടായിരുന്നില്ല. ഇനി മുമ്പുണ്ടായിരുന്ന വാർഡന് ഇതിലൊക്കെ എത്രത്തോളം കൈയുണ്ടെന്ന കാര്യമാണ്. അയാൾ ഈ പാവം പെൺകുട്ടികളോട് ചെയ്ത കാര്യം ആലോചിച്ചാൽ ഇതൊക്കെ നിസ്സാരമാണ്. ഷിജോ നാളെ അരമനയിലേക്ക് വരണം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ തിരുമേനിയായിട്ട് സംസാരിക്കാനുണ്ട്. ഇതൊന്ന് ശരിയാക്കിയെടുക്കണം. എത്ര മണിക്കാണ് വരേണ്ടത് അച്ചോ? രാവിലെ 9:30. അസൗകര്യമൊന്നുമില്ലല്ലോ? ഇല്ല, കുട്ടികൾ സ്കൂളിൽ പോയാൽ കുറച്ചു നേരം ഞാൻ ഫ്രീ ആണ്. അപ്പോൾ വരാം. അവർ പോയ ശേഷം ലിസി കപ്പുകൾ എടുത്തുകൊണ്ടുപോകാൻ വന്നു. ഷിജോ പറഞ്ഞു, ലിസി ചേച്ചി കുറച്ചു നേരം ഇരിക്കൂ, എനിക്ക് സംസാരിക്കാനുണ്ട്. എന്താ? അവർ ഇരിക്കാതെ മേശയ്ക്കരികെ കപ്പുകളും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇരിക്കൂ. ലിസി മേശയ്ക്കപ്പുറത്തെ കസാല വലിച്ചിട്ട് വിഷമത്തോടെ ഇരുന്നു. ജീവിതത്തിൽ ഇങ്ങനെയുള്ള മര്യാദകളൊന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല അവരെന്ന് ഷിജോവിന് തോന്നി. എങ്ങനെ തുടങ്ങണമെന്നറിയാതെ അയാൾ മേശമേൽ വിരലുകൾ കൊണ്ട് ശബ്ദമുണ്ടാക്കി. പള്ളിയിൽ പിയാനോ വായിച്ച പരിചയമുള്ളതുകൊണ്ട് അതൊരു സുഖകരമായ താളമായി പരിണമിച്ചു. ഉണർവിൻ വരം ലഭിപ്പാൻ ഞാൻ പറയാൻ പോണത്. അയാൾ നിർത്തി. ലിസി വളരെ അസ്വസ്ഥയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിലും ഊൺമുറിയിലും അടുക്കളയ്ക്ക് പിന്നിലുള്ള ചെറിയൊരു കിടപ്പുമുറിയിലുമായി ജീവിതം ചിട്ടപ്പെടുത്തിയിരുന്നു. അനാഥാലയത്തിന്റെ പുറത്തു പോയിരുന്നത് നിരത്തിന് കുറുകെയുള്ള പെട്ടിപ്പീടികയിൽ ബീഡി വാങ്ങാൻ മാത്രമാണ്. പള്ളിയിലേക്ക് വല്ലപ്പോഴും പോയിരുന്നത് മതിൽ പൊളിഞ്ഞെടുത്തു കൂടിയായിരുന്നു. അവളുടെ സാന്നിധ്യവും അഭാവവും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഒരരൂപിയാണെന്ന പോലെ. എനിക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ കാര്യം സംസാരിക്കാനുണ്ട്.
അതിൻ്റെ കിടപ്പ് ശരിയല്ലാന്ന് ഈ 2-3 ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണു. ഇതെങ്ങനെ ശരിയാക്കിയെടുക്കാന്ന് ലിസി ചേച്ചിയോടും കൂടി സംസാരിക്കാമെന്ന് കരുതി. ലിസിയുടെ പ്രതികരണത്തിന് വേണ്ടി അയാൾ നിർത്തി. പ്രതികരണമൊന്നും ഉണ്ടായില്ല. എന്താ ചേച്ചിയൊന്നും പറയാതിരിക്കണത്? ഞാൻ എന്ത് പറയാനാ? ഞാൻ ഇവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ ജോലിക്കാരിയാണ്. വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടെന്ന് മാനേജരും പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ വാർഡനും പറഞ്ഞിട്ടുണ്ട്. ഒതുങ്ങിക്കഴിയാ, അതാ നല്ലതെന്ന്. തൻ്റെ മുമ്പിലുള്ള പ്രശ്നം കുറച്ചൊന്നുമല്ല എന്ന് ഷിജോ മനസ്സിലാക്കി. ലിസിയെ താൻ ഉദ്ദേശിച്ച മട്ടിൽ മെരുക്കി കൊണ്ടുവരിക എളുപ്പമല്ല. 10-15 കൊല്ലം അടിച്ചൊതുക്കിയ ആത്മാഭിമാനം ഉയർത്തിയെടുക്കാൻ ഈ സാധു സ്ത്രീക്ക് കുറച്ച് സമയം കൊടുക്കണം. ഇനി മുതൽ അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കാം, പോരെ? ഞാൻ എത്തിപ്പെട്ട സ്ഥലം ഇതാണ്. എനിക്ക് വേണ്ടി കർത്താവ് കണ്ടുപിടിച്ച സ്ഥലമായിരിക്കണം ഇത്. ഇനി ഞാൻ എന്തെങ്കിലും ഇവിടുന്ന് പോവാണെങ്കിൽ ഈ സ്ഥലം ഞാൻ വരുമ്പോൾ കണ്ടതിനേക്കാൾ നന്നാക്കണം. അതിന് ചേച്ചിയുടെ സഹായം ആവശ്യമാണ്. ഇനി ഒക്കെ കഴിഞ്ഞ് നന്നാക്കാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ സ്ഥലം വിടും. ലിസി മുഖം താഴ്ത്തിയിരിക്കുകയാണ്. ചേച്ചി പോയിക്കോളൂ. അവർ വേഗം എഴുന്നേറ്റു. കപ്പുകൾ ട്രെയിലെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അവർക്ക് ആശ്വാസമായി എന്ന് തോന്നി. ഷിജോ തല കൈകൊണ്ട് താങ്ങി കണ്ണടച്ചിരുന്ന് വിരലുകൾ കൊണ്ട് മേശമേൽ പിയാനോ വായിക്കാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കാണും. സാർ. പെട്ടെന്ന് അയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലിസി വാതിൽക്കൽ വന്നു നിന്നു. എന്താ ചേച്ചി? ലിസി മേശക്കരികെ വന്നു നിന്നു. നേരത്തെ കമ്മിറ്റിക്കാർ വന്നത് എന്തിനായിരുന്നു? അതോ? ചേച്ചി ഇരിക്കൂ. ലിസി കുറച്ച് വിഷമിച്ചെട്ടുന്ന പോലെ ഇരുന്നു. ഈ അനാഥാലയം നടത്താൻ വേണ്ടി ദയയുള്ള ഒരുപാട് മനുഷ്യരെ സംഭാവന തരണുണ്ട്. ആ പണം കൊണ്ട് ഈ സാധു പെൺകുട്ടികൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നു. എൻ്റെ വിചാരം കമ്മിറ്റിക്കാർ വേണ്ടത്ര പണം ചെലവാക്കണില്ല എന്നായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവണത് അവരുടെ കണക്കിൽ ധാരാളം സാധനങ്ങൾ ഇവിടെ വാങ്ങുന്നുണ്ടെന്ന്. അതൊക്കെ എവിടെയാണ് പോണത്? അയ്യോ, ഞാനൊന്നും എടുക്കണില്ല. ചേച്ചി എടുത്തിട്ട് എന്ത് ചെയ്യാനാ? ചേച്ചിയെ കമ്മിറ്റിക്കാർക്കൊക്കെ നല്ല വിശ്വാസമാണ്, ബഹുമാനമാണ്. വാങ്ങണ സാധനങ്ങളൊക്കെ പോണ വഴിയും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരെന്താ ചെയ്യണമെന്ന് നോക്കാം. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണ സഹായമൊക്കെ ചെയ്യാം. അവർ പ്രശംസിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസം എന്ന വാക്കിനേക്കാൾ ബഹുമാനം എന്ന വാക്ക് അവർക്കിഷ്ടപ്പെട്ടുവെന്ന് തോന്നി. കാരണം വിശ്വാസം നഷ്ടപ്പെടാനായി അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ബഹുമാനം, അതവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. തൻ്റെ തോന്നലായിരിക്കാം. എന്തായാലും അവർ തൻ്റെ ഭാഗത്താണ്. സഹായിക്കും എന്ന കാര്യം അയാൾക്ക് ആത്മവിശ്വാസം നൽകി. അരമനയിൽ താഴത്തെ നിലയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു വിശാലമായ മുറിയാണ് തിരുമേനിയുടെ ഓഫീസ്. അനാഥാലയത്തിൽ വാർഡനായി ചേരുന്നതിന് മുമ്പ് ഒരിക്കൽ മാത്രമേ ആ മുറി കണ്ടിട്ടുള്ളൂ. പതുപതുത്ത പരവതാനിക്ക് മീതെയിട്ട ഈട്ടികൊണ്ടുണ്ടാക്കിയ വിശാലമായ മേശയ്ക്ക് മുകളിൽ ഗ്ലാസ് ടോപ്പ്, പിന്നിലിട്ട റിവോൾവിംഗ് ചെയറിന് പിന്നിൽ കർട്ടനിട്ട് മറച്ച ജനലിന് മുകളിൽ ചുമരിലായി കുരിശിൽ തറച്ച നിലയിൽ കർത്താവിൻ്റെ ആൾ രൂപം. വാർഡനായി ജോലി തരാനുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത്. തിരുമേനി പറഞ്ഞു, തൻ്റെ പേര് ഷിജോ ജോസഫ് കുര്യൻ. തൻ്റെ അപ്പൻ ഒരു നല്ല പേരുണ്ടാക്കിയിട്ടാ പോയത്, അറിയാലോ? ഷിജോ തലയാട്ടി. ആ സൽപ്പേര് കളഞ്ഞു കുളിക്കാതെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാം, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അയാൾ തലയാട്ടി. കൊച്ചുകുട്ടികളെയാണ് തന്നെ ഏൽപ്പിക്കണത്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരാണ് മിക്കവരും. അവർക്ക് ആ തോന്നലുണ്ടാവാതെ നോക്കണം. അങ്ങനെ ചെയ്യും എന്ന് കർത്താവിൻ്റെ പേരിൽ വാക്കു തരണം. ഞാൻ കർത്താവിൻ്റെ പേരിൽ വാക്ക് തരുന്നു. കുമ്പിട്ടുകൊണ്ട് ഷിജോ പറഞ്ഞു. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. കസാലയിൽ നിന്ന് എഴുന്നേറ്റ് മേശക്കരികിലേക്ക് നടന്നുകൊണ്ട് തിരുമേനി പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് ആശീർവാദം സ്വീകരിച്ചു പോയതിനു ശേഷം 15 ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വരാൻ യോഗമുണ്ടായത്. അതും അനാഥാലയത്തിൽ ചേർന്ന 4 ദിവസത്തിനുള്ളിൽ. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഷിജോ എഴുന്നേറ്റ് നിന്നു. തിരിഞ്ഞു നോക്കി. മുമ്പിൽ തിരുമേനിയും പിന്നിൽ വാതിൽ തുറന്നു പിടിച്ചുകൊണ്ട് മാത്യു അച്ഛനും. ഷിജോ തിരുമേനിയുടെ മുമ്പിൽ കുമ്പിട്ടു നിന്നു. പ്രൈസ് ദ ലോർഡ്. തിരുമേനി ഷിജോവിൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
ഏകദേശം 1 മിനിറ്റ് നീണ്ടുനിന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുമേനി മേശയുടെ ഇടതുവശത്തുകൂടെ നടന്ന് കസേലയിലിരുന്നു. ഇരിക്കൂ, മാത്യു അച്ഛനോടും ഷിജോവിനോടുമായി തിരുമേനി പറഞ്ഞു. തിരുമേനി 2 മിനിറ്റ് നേരം ഷിജോവിൻ്റെ മുഖത്ത് നോക്കിയിരുന്നു. തൻ്റെ മുഖഭാവങ്ങളിലൂടെ മനസ്സിലേക്ക് കടന്നു ചെന്ന് അവിടെ മുഴുവൻ പഠിക്കാനെന്ന പോലെ. സംതൃപ്തനായ പോലെ അദ്ദേഹം ചാഞ്ഞിരുന്നു. ഇനിയൊന്നും ചോദിക്കാനും ചെയ്യാനുമില്ലെന്ന മട്ടിൽ. പിന്നെ മുന്നോട്ടാഞ്ഞിരുന്ന് മുമ്പിൽ വച്ച ഫയൽ തുറന്ന് അതിലൂടെ കണ്ണോടിച്ചു. ഇവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ? ചോദ്യം മാത്യു അച്ഛനോടായിരുന്നു. ഇല്ല തിരുമേനി, മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മറ്റേ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല. മറ്റേ കാര്യം എന്താണെന്ന് ഷിജോ ഊഹിച്ചെടുത്തു. അപ്പോൾ തനിക്ക് മുമ്പുണ്ടായിരുന്ന വാർഡന്റെ വിക്രിയകൾ ഇവർക്കറിയാമായിരുന്നു. അതേപ്പറ്റി ഇപ്പോൾ പറഞ്ഞുകൊടുക്കൂ. തിരുമേനി അതൃപ്തനായ പോലെ. തൻ്റെ സാന്നിധ്യത്തിൽ അങ്ങനൊരു കാര്യം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. കാര്യം ഇതാണ്, മാത്യു അച്ഛൻ അറച്ചറച്ചുകൊണ്ട് പറഞ്ഞു. ഇതിനു മുമ്പുണ്ടായിരുന്ന വാർഡന്റെ സ്വഭാവം പെൺകുട്ടികൾ മാത്രം അന്തേവാസികളായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ വാർഡന് ചേർന്നതല്ല. അതുകൊണ്ടാണ് അങ്ങേരെ മാറ്റി ഷിജോവിനെ വെച്ചിട്ടുള്ളത്. സംസാരം ശരിയായ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നതെന്ന മട്ടിൽ തിരുമേനി തലയാട്ടി. മനസ്സിലായെന്ന് ഷിജോ പറഞ്ഞു. അതെന്തെങ്കിലും ആവട്ടെ, തിരുമേനി പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അതിനാണ് ജോസഫിൻ്റെ മകനെ തന്നെ ഈ സ്ഥാപനം മുഴുവൻ ഏൽപ്പിക്കാൻ തീർച്ചയാക്കിയിരിക്കുന്നത്. മുഴുവൻ. ഒരു ഇഫക്റ്റിനു വേണ്ടി ഒന്ന് നിർത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു, മുഴുവൻ ചാർജും. ഷിജോ ഒരു ചോദ്യത്തോടെ ആദ്യം തിരുമേനിയെയും പിന്നെ മാത്യു അച്ഛനെയും നോക്കി. മാത്യു അച്ഛൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ മാനേജർ വരില്ല. അങ്ങേരെ ഒഴിവാക്കിയിരിക്കണോ? ആ ജോലിയും കൂടി ഷിജോ ചെയ്യണം. അതിനനുസരിച്ച് ശമ്പളം കൂട്ടിത്തരും. തിരുമേനി പറഞ്ഞു, അതെത്രയാണെന്ന് കമ്മിറ്റി തീർച്ചയാക്കും. എന്താ, സമ്മതല്ലേ? ഞാൻ ശ്രമിക്കാം. പിന്നെ തിരുമേനി തുടർന്നു, അവിടെ 1 മാസം എന്ത് ചെലവ് വരും എന്ന് ഒരു കണക്കുണ്ടാക്കൂ. അത് ഈ ആഴ്ചത്തെ മീറ്റിംഗിൽ വയ്ക്കാം. കുട്ടികൾക്ക് ഒരുമാതിരി നല്ല നിലയിൽ കഴിയാനുള്ള ഒരു സ്ഥിതി ഉണ്ടാവണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ആഡംബരമൊന്നുമല്ല, പക്ഷേ നല്ല നിലയിൽ കഴിയാൻ. അതിനു വേണ്ട ചെലവ് എത്രയാണെന്ന് പറയണം. ലിസിയോട് സംസാരിച്ചാൽ ഒരു ഏകദേശ രൂപം കിട്ടും. ഷിജോ തലയാട്ടി. തിരുമേനി എഴുന്നേറ്റു. നമുക്ക് ആ പാവം കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 3 പേരും വട്ടമിട്ട് നിന്നു. ബിഷപ്പ് കണ്ണടച്ചുകൊണ്ട് വളരെ സൗമ്യമായ ശബ്ദത്തിൽ പ്രാർത്ഥന ഉരുവിടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചുളിവുകളിൽ കണ്ണും നട്ട് ഷിജോ അതേറ്റു ചൊല്ലി. പള്ളിയിലേക്ക് നടക്കുമ്പോൾ മാത്യു അച്ഛൻ പറഞ്ഞു, തനിക്കത് ചെയ്യാൻ കഴിയും. മാനേജറുടെ ജോലി എന്ന് പറഞ്ഞാൽ കുറേ ഭാവനയും വേണ്ട ജോലിയാണ്. ആ മനുഷ്യന് കുറുക്കുവഴിയിൽ കൂടി പണമുണ്ടാക്കാനുള്ള ഭാവന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥാപനം എങ്ങനെയൊക്കെ നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഷിജോ ആലോചിച്ചുണ്ടാക്കൂ. പണം ഒരു പ്രശ്നമല്ല. പിന്നെ വേറൊരു കാര്യം, ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ദാനം ചെയ്തിട്ടുണ്ട്. സ്കൂളിലോ കമ്മിറ്റി ഓഫീസിലോ വെക്കാമെന്ന് പറഞ്ഞു. 2 കൊല്ലം പഴക്കേയുള്ളൂ. അങ്ങേര് പുതിയ സിസ്റ്റം വാങ്ങിയപ്പോൾ ഇത് തന്നതാണ്. സ്കൂളിൽ ഇപ്പോൾ തന്നെ 10 കമ്പ്യൂട്ടറുണ്ട്. ഓഫീസിലും ആവശ്യത്തിന് ഒരെണ്ണമുണ്ട്. ഇത് വേണമെങ്കിൽ അവിടെ വയ്ക്കാം. ബ്രോഡ്ബാൻഡ് കണക്ഷനും എടുത്താൽ മതി. ഡൊണേഷന് വേണ്ടി പലരുമായി കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സിസ്റ്റർ തെരേസിയാണ് ഇതൊക്കെ ചെയ്യണത്. ഷിജോവിനെ കുറേയൊക്കെ സഹായിക്കാൻ പറ്റും. നല്ല കാര്യമാണ്. ഓഫീസ് കാര്യങ്ങളും അതിൽ വെക്കാലോ. പിന്നെ ഞായറാഴ്ചയും മറ്റൊഴിവ് ദിവസങ്ങളിലും കുട്ടികൾക്കും അതിൽ പ്രാക്ടീസ് ചെയ്യാം, കളിക്കാം. എന്നാൽ ശരി ഷിജോ. വാച്ച് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുർബാനയ്ക്കുള്ള സമയമായി. നന്നായി വരട്ടെ. മുറിയിലേക്ക് നടക്കുമ്പോൾ ഷിജോ ആലോചിച്ചു. കുട്ടികളുടെ സ്ഥിതി നന്നാക്കാൻ തനിക്ക് കുറച്ചുകൂടി അധികാരം കിട്ടിയാൽ എത്ര നന്നായിരുന്നുവെന്ന് ഇന്നലെ കൂടി ആലോചിച്ചതാണ്. ഇന്നിതാ എല്ലാ അധികാരവും തന്നിൽ അർപ്പിച്ചിരിക്കുന്നു. എത്ര പെട്ടെന്നാണ്. അയാൾ മാനേജറെ ഓർത്തു. അയാൾ പോയത് നന്നായി. വെറുക്കപ്പെടേണ്ട വൃത്തികെട്ട മനുഷ്യൻ. മുറിയിലേക്ക് നടക്കാതെ അയാൾ അടുക്കളയിലേക്ക് നടന്നു. വാതിൽ തുറന്നിട്ടിട്ടാണെങ്കിലും മുട്ടിയ ശേഷമേ അകത്ത് കടന്നുള്ളൂ. ഒപ്പം തന്നെ വിളിക്കുകയും ചെയ്തു, ലിസി ചേച്ചി. അടുക്കള തിണ്ണക്കരികെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ലിസി എഴുന്നേറ്റു. എന്താ സാർ, ചായ വേണോ? ചായ കുടിക്കാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല ഷിജോവിന്. ലിസിയെ കാണണം.
തിരുമേനിയുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി സംസാരിക്കണം. കാര്യങ്ങളെല്ലാം നേർവഴിക്ക് നടത്താനുള്ള വഴി തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലിസിയുടെ ചോദ്യം അയാളിൽ ചായ കുടിക്കാനുള്ള ആഗ്രഹം ജനിപ്പിച്ചു. ശരിയാണ്, രാവിലത്തെ ടെൻഷന് ശേഷം അതൊരാവശ്യമാണ്. അയാൾ പറഞ്ഞു, വേണം ചേച്ചി, നല്ലൊരു ചായ. ഞാൻ കൊണ്ടുവരാം, സാറ് പോയിക്കോ. സാരില്ല, ഞാനിവിടെ നിന്നുകൊള്ളാം. പിന്നെ ഞാനിപ്പോൾ വരണത് ബിഷപ്പ് പാലസിൽ നിന്നാണ്. എന്തിനാണ് തിരുമേനിയെ കണ്ടതെന്ന മട്ടിൽ ലിസി അയാളെ അത്ഭുതത്തോടെ നോക്കി. പിന്നെ തിരിഞ്ഞു നിന്ന് ചായയ്ക്കുള്ള വെള്ളം ഗ്യാസ് അടുപ്പിന് മുകളിൽ വെച്ചു. കുട്ടികളുടെ കാര്യമൊക്കെ ശരിയാക്കാന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ മാനേജർ ഇന്നു തൊട്ട് വരില്ല. എന്തേ? അങ്ങേരെ പിരിച്ചുവിട്ടിരിക്കണോ? അതുതന്നെയാണ്, കക്ഷി ഇതുവരെ കണ്ടില്ല. ഇനി വേറെ ആൾ വരുമായിരിക്കും അല്ലേ? ഇല്ല, എന്നോട് തന്നെ അങ്ങേരുടെ ജോലിയും ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതെയോ? ലിസിയുടെ ശബ്ദത്തിൽ ആഹ്ലാദമുണ്ടായിരുന്നു. ആദ്യമായാണ് അവരുടെ മുഖത്ത് സ്ഥായിയായ നിർവികാരതയ്ക്ക് പകരം മറ്റൊരു വികാരം കാണുന്നത്. എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. ചായ നന്നായിട്ടുണ്ട് ചേച്ചി. അത് കുടിച്ചുകൊണ്ട് അയാൾ ലിസിയോട് സംസാരിച്ചു. ഭക്ഷണം കഴിക്കുന്നത് കുട്ടികളോടൊപ്പം വേണമെന്ന് ഷിജോ തീർച്ചയാക്കിയിരുന്നു. കുട്ടികൾക്കും അതിഷ്ടപ്പെടുമെന്ന് തോന്നി. ഇനി എന്നും സാറ് ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുമോ? രാവിലെ പ്രാതൽ കഴിക്കുമ്പോൾ ജിസി ചോദിച്ചു. അവളാണ് ഏറ്റവും മൂത്തവൾ. നിങ്ങൾക്കൊക്കെ ഇഷ്ടാണോ സാറ് നിങ്ങളോടൊപ്പം ഊണ് കഴിക്കണത്? അതേ, ഒരു കോറസായി അവർ പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാം. ചായയും ഊണും ഒക്കെ മക്കളൊപ്പം ഇരുന്നിട്ട് പോരെ? ലിസി ചിരിക്കുകയാണ്. അവളിൽ പെട്ടെന്ന് വന്ന വ്യത്യാസം കണ്ട് ഷിജു അത്ഭുതപ്പെട്ടു. ഇന്നും റവ ഉപ്പുമാവ് തന്നെയാണ്, പക്ഷേ അതിൽ കൂടുതൽ ഉള്ളി വഴറ്റിയിരിക്കുന്നു. മാത്രമല്ല നല്ലവണ്ണം വേവുകയും ചെയ്തിരിക്കുന്നു. എല്ലാം തനിക്ക് ഈ വീട് നന്നാക്കിയെടുക്കാൻ പറ്റുമെന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. മാനേജർ പോയി എന്ന അറിവ് ലിസിയുടെ മനസ്സിൽ എന്തോ രാസപ്രക്രിയ നടത്തിയിരിക്കുന്നു. എന്തായാലും ആരുമിന്ന് ഉപ്പുമാവ് ബാക്കിയിട്ടില്ലെന്നത് ഷിജോ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇന്നു തന്നെ ഇരുന്ന് ഒരു മാസത്തെ ചിലവുകൾ എന്തൊക്കെയാണെന്ന് നോക്കി ആകെ എന്തു വരുമെന്നതിൻ്റെ കണക്കുണ്ടാക്കി മാത്യു അച്ഛനെ ഏൽപ്പിക്കണം. മറ്റന്നാൾ രാവിലെയാണ് കമ്മിറ്റി മീറ്റിംഗ്. അത് പാസാക്കി പണം കിട്ടിയിട്ട് വേണം താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടത്താൻ. കുട്ടികൾ ഒന്നായി പുറപ്പെട്ടു പോയപ്പോൾ അയാൾ ഒരു പുസ്തകവും പെന്നുമായി അടുക്കളയിലേക്ക് നടന്നു. ലിസിയോട് സംസാരിച്ചപ്പോൾ ഒരു മാസം എന്തൊക്കെ വേണ്ടിവരുമെന്നതിനെപ്പറ്റി ഒരു ഏകദേശ രൂപം കിട്ടി. ഇനി അതുമായി മൊത്ത പലചരക്ക് കടയിൽ പോണം, എസ്റ്റിമേറ്റ് വാങ്ങിക്കാൻ. പള്ളിയുടെ വലതുവശത്തെ റോട്ടിൽ ഒരു ടൈലറിംഗ് കടയുണ്ട്. ഒരു സ്ത്രീ നടത്തുന്നതാണ്. അവരെ കണ്ട് ഒന്ന് ആലയത്തിലേക്ക് വരാൻ പറയണം. കുട്ടികളുടെ അളവെടുത്ത് അവർക്ക് വേണ്ട നൈറ്റി തുന്നിക്കണം. മറ്റു കാര്യങ്ങളെല്ലാം വഴിയെ ചെയ്യാം. പുറത്തിറങ്ങാൻ വേണ്ടി വാതിൽ കടക്കുമ്പോഴാണ് മാനേജർ വരുന്നത് കണ്ടത്. ഷിജോ ചിരിച്ചു. മാഷ് പുറത്തിറങ്ങാണോ? അതെ, ഇവിടെ അടുത്തുവരെ ഒന്ന് പോണം. ഒരമണിക്കൂർ ഇരിക്കാൻ പറ്റുമോ? ആവാലോ. മാനേജർ പൗഷിൽ നിന്ന് താക്കോൽ കൂട്ടമെടുത്ത് വാതിൽ തുറന്നു. വരൂ. മാനേജർ നേരെ പോയി മുറിയുടെ ജനൽ തുറന്നു. പിന്നെ എവിടെ നിന്നാണെന്നറിയില്ല, ഒരു മാന്ത്രികന്റെ കരവിരുതോടെ ഒരു തുണിയെടുത്ത് കസേല തുടച്ച ശേഷം ഇരുന്നു. കുറച്ചുനേരം എതിർവശത്തിരിക്കുന്ന ഷിജോയെ നോക്കിയ ശേഷം പറഞ്ഞു, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്ത് കാര്യം സാർ? ഞാനേ റിട്ടയർ ചെയ്യാണ്. വയസ്സ് 10-70 വയ്യ. ഇനി ചെറുപ്പക്കാരാരെങ്കിലും നോക്കട്ടെ. പുതിയ ആള് വരണവരെ കാത്തു നിൽക്കണില്ല. അപ്പോ മാഷിന്റെ അടുത്ത് എല്ലാം ഏൽപ്പിച്ചാൽ മതിയെന്ന് മാത്യു അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള കണക്ക് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോഴുള്ള സ്റ്റോക്ക് എടുത്ത് അതും കയ്യിലുള്ള കാശും മാഷെ ഏൽപ്പിക്കാം. അടുക്കളയിൽ വാങ്ങിയതിൻ്റെ സ്റ്റോക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ദിവസവും അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കണമാണല്ലോ. പിന്നെ ലിസിക്ക് കണക്ക് വയ്ക്കാനൊന്നും അറിയില്ല. അപ്പോൾ സാറെന്താ പെട്ടെന്ന് പോണത്? എന്നെങ്കിലും ഒരു ദിവസം ഇറങ്ങണ്ടേ? അത് ഇന്നാവാന്ന് വെച്ചു, അത്ര തന്നെ. മാനേജർ താക്കോൽ കൂട്ടമെടുത്ത് അലമാറികൾ തുറന്ന് അതിലുള്ള ഓരോ സാധനങ്ങളായി പുറത്തെടുത്ത് എണ്ണാൻ തുടങ്ങി. ഇതൊക്കെ രജിസ്റ്ററിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതും ശരിക്കുള്ള സ്റ്റോക്കും കൂടി ടാലി ചെയ്യണുണ്ടോയെന്ന് നോക്കണ്ടേ? ഹാൻഡ് ഓവർ ചെയ്യണതിൻ്റെ മുമ്പേ അത് നോക്കുക നല്ലത്. അല്ലെങ്കിൽ ആ ഐറ്റം ഇല്ല, ഈ ഐറ്റം ഇല്ല എന്നൊക്കെ പിന്നെ പറഞ്ഞാൽ വിഷമമാവും. ശരി. വളരെ കുറച്ച് സാധനങ്ങളെ അലമാറയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ മനുഷ്യൻ ഒരു പഠിച്ച കള്ളനാണ്.
ഒരുപക്ഷെ വാർഡൻ പോയതോടുകൂടി ഇങ്ങനെയൊരു പ്രതിസന്ധി പ്രതീക്ഷിച്ച് അതിനുള്ള തയ്യാറെടുപ്പും നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവണം. സാധനങ്ങളെല്ലാം അലമാറയിൽ തിരിച്ചു വയ്ക്കാൻ അയാൾ മാനേജരെ സഹായിച്ചു. തിരിച്ച് കസേലയിൽ വന്നിരുന്ന് രജിസ്റ്ററിന്റെ അടിയിൽ എല്ലാം കെട്ടിബോധിച്ചു എന്നെഴുതി ഷിജോ പെന്ന് മേശപ്പുറത്ത് വെച്ചു. മാനേജർ മേശവലിപ്പിൽ നിന്ന് ഒരു പഴയ ബിസ്ക്കറ്റ് പെട്ടിയെടുത്ത് തുറന്ന് അതിലെ നോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി. അതും ഡേ ബുക്കുമായി ടാലി ചെയ്യുന്നത് ഷിജോവിനെ കാണിച്ചു കൊടുത്തു. ഇതാ, ഇതിൽ 7,160 രൂപ 50 പൈസ ഉണ്ട്. ഇതും കിട്ടിയെന്നെഴുതി ഒപ്പിട്ട് തരൂ. പെട്ടി ഷിജോവിനെ ഏൽപ്പിച്ച ശേഷം അയാൾ എഴുന്നേറ്റു. ഇനി എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, ഞാൻ പോകട്ടെ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചാൽ മതി. ഇതാ താക്കോൽക്കൂട്ടവും ഏൽപ്പിക്കണു. കാലൻകുടയും ഇടത്തെ കൈയിൽ പൗഷുമായി വളരെ സാവധാനത്തിൽ പടിയിറങ്ങിപ്പോകുന്ന മനുഷ്യനെ നോക്കി ഷിജോ നിന്നു. ഒരുപക്ഷെ തന്റെ അനുകമ്പയ്ക്ക് വേണ്ടിയായിരിക്കണം അയാൾ നടത്തം ക്ഷീണിച്ച പോലാക്കിയത്. സാധാരണ അയാളുടെ നടത്തത്തിൽ യാതൊരു ക്ഷീണവും കാണാറില്ല. അയാൾ പോയി അല്ലേ? അടുക്കളയിൽ നിന്ന് വന്ന ലിസി ചോദിച്ചു. പോയി ചേച്ചി. നന്നായി. അല്ലാത്തൊരു മനുഷ്യൻ. എന്താ ചേച്ചി? ഒന്നുമില്ല. അവർ എന്തോ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് ഷിജുവിന് തോന്നി. തോന്നലായിരിക്കാം, വഴിയെ മനസ്സിലാകും. ഞാനൊന്ന് മാർക്കറ്റിൽ പോയി വരാം. മാസം എന്ത് ചെലവ് വരും എന്നത് കണക്കാക്കാൻ ഒരു എസ്റ്റിമേറ്റ് വാങ്ങണം. എന്തെങ്കിലും അത്യാവശ്യം വാങ്ങേണ്ടതുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ശരിക്കു പറഞ്ഞാൽ എല്ലാം വാങ്ങേണ്ടത് തന്നെ. മറ്റന്നാളത്തെ കഴിയട്ടെ. മറ്റന്നാളാണ് കമ്മിറ്റി മീറ്റിംഗ്. അത് കഴിഞ്ഞാൽ അവർ പണം സാങ്ഷനാക്കും. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ടുവരാം. കുട്ടികൾക്ക് ഒരു സദ്യ ആവട്ടെ. ചിക്കനോ? ലിസിയുടെ കണ്ണുകൾ വികസിച്ചു. അവളും ചിക്കനോ ഇറച്ചിയോ മീനോ കഴിച്ചിട്ട് വർഷങ്ങളായി കാണും. ആ, അതോ ബീഫാണോ വേണ്ടത്? ചിക്കൻ മതി. മറ്റേത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടായിന്ന് വരില്ല. കോതമ്പുമായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ഗേറ്റ് കടക്കുമ്പോൾ ഷിജോവിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം 16 പെൺകുട്ടികൾ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചിരിച്ചു കളിച്ചുകൊണ്ട് ചിക്കൻ കറി കൂട്ടി ചപ്പാത്തി തിന്നുന്നതാണ്. വളരെ കുട്ടിക്കാലത്താണ്. ഒരിക്കൽ അപ്പൻ എന്തോ ചെറിയ സഹായം ചെയ്തു കൊടുത്ത ഒരാൾ രാവിലെ ഒരു വലിയ ചിക്കൻ കൊണ്ടുവന്നു. തനിക്കും അനിയത്തിക്കും വളരെ സന്തോഷമായി. ഭക്ഷണത്തിൽ ചിക്കൻ എന്നൊരു വിഭവം കണ്ടിട്ട് കാലം കുറിയായി. തങ്ങൾ അതിന് ചുറ്റിപ്പറ്റി നിന്നു. അപ്പൻ പുറത്തു വന്നു. കാര്യം ഇതാണെന്ന് മനസ്സിലായപ്പോൾ വല്ലാതെ ക്ഷോഭിച്ചു. ഞാൻ തനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനാണോ താൻ ഇങ്ങനെ ഒരു കൈക്കൂലി കൊണ്ടുവന്ന് തന്നത്? അയ്യോ, കൈക്കൂലിയോ? എനിക്ക് സന്തോഷമായപ്പോൾ കൊണ്ടുവന്നതാ സാർ. അങ്ങനെയൊന്നും വിചാരിക്കരുത്. എന്തു പറഞ്ഞാലും അപ്പൻ സമ്മതിക്കില്ല. അവസാനം അയാൾക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു. അച്ഛൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വാടിയ 2 കൊച്ചുമുഖങ്ങളാണ്. അപ്പൻ വല്ലാതായി. കുറച്ചുനേരം നോക്കി നിന്ന ശേഷം തന്നെ അടുത്ത് വിളിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, അപ്പന്റെ കൈ കാശ് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാം. ഇങ്ങനത്തെ കാശും സാധനങ്ങളും നമുക്ക് വേണ്ട. 5-8 ദിവസങ്ങൾക്കുള്ളിൽ അപ്പൻ പ്രതിജ്ഞ നിറവേറ്റി. പക്ഷേ ഒരാഴ്ച മുമ്പുണ്ടായ ഇച്ഛാഭംഗം കടുത്തതായിരുന്നു. കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഇഷ്ടപ്പെട്ട ഒരു സാധനം കൺമുമ്പിൽ വെച്ച് തട്ടിമാറ്റുകയായിരുന്നു. ഒരുപക്ഷെ അച്ഛന്റെ ധാർമ്മികത തന്നിലേക്ക് പകർന്നു കിട്ടാൻ ആ ഒരു സംഭവം കാരണമായിട്ടുണ്ടാകണം. കുട്ടികൾ കുറച്ചൊരാർത്തിയോടെ തന്നെ ചിക്കനും ചപ്പാത്തിയും കഴിക്കുന്നത് ലിസി നോക്കി നിന്നു. ഷിജോവും അതുതന്നെയായിരുന്നു നോക്കിയിരുന്നത്. അതിനിടയ്ക്ക് സ്വന്തം ഭക്ഷണം കഴിക്കാൻ അയാൾ മറന്നു. ഇന്നെന്താ, സാറിന്റെ ബർത്ത്ഡേ ആണോ? എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന രേവതി ചോദിച്ചു. ഷിജോ തലയാട്ടി. ഇന്ന് മാത്രമല്ല, ഇനി തൊട്ട് എന്നും എൻ്റെ ബർത്ത്ഡേ ആണ്. ആ 8 വയസ്സുകാരിയുടെ മുഖത്ത് അത്ഭുതം, സംശയം. അതെങ്ങനാ എന്നും പിറന്നാളുണ്ടാവണത്? നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാ എന്നും പിറന്നാളാവാതിരിക്കണത്? ഈ ജിസി ഒന്നും കഴിക്കണില്ലല്ലോ. മേശയുടെ അങ്ങേ തലക്കിലിരിക്കുന്ന ജിസിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ലിസി ചേച്ചി പറഞ്ഞു. ഷിജോ നോക്കിയപ്പോൾ വിളമ്പിയതൊക്കെ അവളുടെ പ്ലേറ്റിൽ അങ്ങനെ തന്നെ കിടക്കുന്നു. എന്തുപറ്റി മോളെ? അവൾ ഒന്നുമില്ലെന്ന് ചുമൽ കുലുക്കിക്കാട്ടി. പിന്നെ എഴുന്നേറ്റ് വാഷ് ബേസിനിൽ പോയി കൈ കഴുകി പുറത്തേക്ക് പോയി. പിന്നാലെ ആനിയും പോകാനൊരുങ്ങി. ജിസിക്ക് എന്തു പറ്റി ആനി? ഷിജോ ചോദിച്ചു. വയറുവേദനയുണ്ടെന്ന് പറഞ്ഞിരുന്നു സാർ. അവളും പുറത്തേക്ക് പോയി. മറ്റുള്ള കുട്ടികൾ ഭക്ഷണം തുടർന്നു. ഷിജോ അസ്വസ്ഥനായി. തന്റെ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നേയുള്ളൂ എന്ന ഉള്ളറിവ് അയാളെ ഭയപ്പെടുത്തി. അയാൾ ലിസി ചേച്ചിയെ നോക്കി. അവരും ആലോചനയിലായിരുന്നു.
അയാൾ പറഞ്ഞു. ലിസി ചേച്ചി, ഒന്ന് പോയി നോക്കൂ. ഭരണവരെ ഞങ്ങൾ സ്വന്തം എടുത്തു കഴിച്ചോളാം. അവർ പോയി. പഴയ വാർഡനെപ്പറ്റി അവർക്ക് എത്രത്തോളം അറിയുന്നുണ്ടാവുമെന്ന് ഷിജോ ആലോചിച്ചു. രാത്രി 8:30 മണിയോടെ ഭക്ഷണം കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വാതിലടച്ച് കുറ്റിയിടുകയാണ് പതിവ്. പിന്നെ ലിസിക്ക് ഈ പ്രദേശവുമായി യാതൊരു ബന്ധവുമില്ല. വാതിൽ തുറക്കുന്നത് രാവിലെ 6 മണിക്കാണ്. അതുവരെ ഇവിടെ എന്തു നടക്കുന്നു എന്നതിനെപ്പറ്റി അവർ അജ്ഞയായിരിക്കും. ഉച്ചഭക്ഷണം ഗംഭീരമായി. ലിസി ചേച്ചി നല്ലൊരു പാചക വിദഗ്ധയാണെന്ന് മനസ്സിലായി. അവരുടെ പാചക വൈദഗ്ധ്യം പുറത്തു കാണിക്കാനുള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ അവരിൽ ഒളിഞ്ഞുകിടക്കുന്ന മറ്റനേകം കഴിവുകൾ പുറത്തു കൊണ്ടുവരണം. അടുക്കള എന്ന മടയിൽ ഒളിച്ചിരിക്കുന്ന അവരുടെ വ്യക്തിത്വം പുറത്തേക്കെടുക്കണം. അയാൾ കൈ കഴുകി പുറത്തേക്കിറങ്ങി. കുട്ടികളുടെ മുറിയിൽ ജിസി കിടക്കുകയായിരുന്നു. ലിസി ചേച്ചി അടുത്തിരുന്ന് അവളുടെ പുറം തലോടുകയും ഒരമ്മ ചെയ്യുന്നത് പോലെ തോന്നി ഷിജോവിന്. ലിസി ചേച്ചി പെട്ടെന്ന് എഴുന്നേറ്റു. ചേച്ചി അവിടെ ഇരിക്കൂ. തലോടുമ്പോൾ അവൾക്ക് സുഖമുണ്ടെന്ന് തോന്നുന്നു. ലിസി വീണ്ടും ഇരുന്നു. വയ്യെങ്കിൽ ഇന്നിനി ക്ലാസ്സിൽ പോവണ്ട, ഷിജോ പറഞ്ഞു. ജിസി അയാളെ നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ആനിക്ക് ക്ലാസ് കട്ട് ചെയ്യാൻ വലിയ വിഷമില്ലെങ്കിൽ അവൾ നിൽക്കട്ടെ. എന്തുകൊണ്ടോ ജിസിയെ ഒറ്റയ്ക്കാക്കി പുറത്തു പോകാൻ ഷിജോ ഭയപ്പെട്ടു. വല്ല മരുന്നും വേണോ മോളെ? അയാൾ ചോദിച്ചു. വേണ്ടെന്ന് അവൾ തലയാട്ടി. കുട്ടികൾ ഭക്ഷണം കഴിഞ്ഞ് മുറിയിലെത്തിയിരുന്നു. അവർ പുസ്തക സഞ്ചിയും എടുത്ത് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. എന്താ ജിസ് ചേച്ചിക്ക് വയ്യായ സാർ? നന്ദിത ചോദിച്ചു. വയറുവേദനയാണ് മോളെ. മോള് പോയിക്കോളൂ. കുട്ടികൾ പോയ ശേഷം ഷിജോ ഓഫീസ് മുറിയിൽ പോയി കസാലയിലിരുന്നു. എന്താണിതിൻ്റെയൊക്കെ അർത്ഥം? എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നറിയാതെ ഷിജോ പകച്ചു നിന്നു. പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ടതുണ്ട്. പഴയ വാർഡനെ പോലുള്ളൊരു ചെന്നായിയെ നിരാലംബരായ ഈ പെൺകുട്ടികളോടൊപ്പം ഇത്രകാലം എന്തിനു വിട്ടു? ജിസിയോ ആനിയോ മറ്റു പെൺകുട്ടികളോ ഇതിനിടയ്ക്ക് എന്നെങ്കിലും കുമ്പസാരിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ മാത്യു അച്ഛൻ ഇതിനകം കാര്യമെല്ലാം അറിഞ്ഞു കാണും. അങ്ങനെയല്ലാതെ അദ്ദേഹം ഇതൊന്നും അറിയാൻ വഴിയില്ല. അച്ഛനും അമ്മയും ബന്ധുക്കളുമൊന്നുമില്ലാത്ത ശരിക്കും അനാഥയാണ് ജിസി. ആരും ചോദിക്കാൻ വരാനില്ല. വഴിയിൽ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന കുട്ടിയാണവൾ. വരാന്തയിലൂടെ ലിസി ചേച്ചി വരുന്നത് കണ്ടു. അയാൾ വിളിച്ചു. ലിസി ചേച്ചി. അവർ വന്ന് വാതിലിന്റെ കട്ടള പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ സാർ? വരൂ. അല്ലെങ്കിൽ ഊൺമുറി വൃത്തിയാക്കിയ ശേഷം വന്നാലും മതി. സാരില്ല, അത് പിന്നെ ചെയ്യാം. കുറച്ചു കഴിഞ്ഞാൽ ജിസിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് നോക്കണം. എന്നാൽ ഇരിക്കൂ. ജിസിക്ക് എന്താണ് അസുഖം എന്ന് മനസ്സിലായോ? ലിസി ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. എന്താ ഒന്നും പറയാത്തത്? ഒരു ഡോക്ടറെ കാണിക്കുക. അല്ലാതെ നമ്മളെന്ത് പറയാനാ? കുറച്ച് ദിവസമായിട്ട് രാവിലെ എഴുന്നേറ്റാൽ ഛർദി ഉണ്ടായിരുന്നു. അതിൻ്റെ കഷ്ടകാലം. അല്ലാതെ എന്തു പറയാനാ? പഴയ വാർഡൻ സാറിനെ പറ്റി എന്താണ് അഭിപ്രായം? ലിസി ഒന്നും പറയുന്നില്ല. ഇനി മുതൽ ഒരു കാര്യം ചെയ്യണം. ചേച്ചിയുടെ കിടപ്പ് കുട്ടികളുടെ മുറിയിലാക്കണം. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാവും. എന്നോട് പറയാൻ പറ്റാത്ത പലതും ചേച്ചിയോട് പറയും. അതവർക്ക് ഗുണം ചെയ്യും. പിന്നെ ഈ ഞായറാഴ്ച തുന്നക്കാരി വരും അളവെടുക്കാൻ. കുട്ടികൾക്കൊക്കെ ഈ 2 നൈറ്റി തുന്നിക്കണം. ഒപ്പം ചേച്ചിക്കും 2 വേണം. എന്താ ഒന്നും മിണ്ടാത്തത്? ശരി, ഇനി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിച്ചുണ്ടാക്കട്ടെ. അതിനിടയ്ക്ക് അവളെ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ചേച്ചി ഒപ്പം വരണം. ലിസി എഴുന്നേറ്റു. ആദ്യമായി കമ്മിറ്റിക്ക് കൊടുക്കാനായി ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. കുട്ടികൾക്കുള്ള നൈറ്റികൾക്ക് ഏകദേശം എന്ത് ചെലവ് വരുമെന്ന് തുന്നക്കാരി പറഞ്ഞു തന്നിരുന്നു. അയാൾ കടലാസുമെടുത്ത് എഴുതാനിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം മാത്യു അച്ഛനെ കാണാൻ. ജിസിയുടെ കാര്യം എത്രയും വേഗം അദ്ദേഹത്തെ അറിയിക്കണം. താൻ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ല. എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ കടലാസുമെടുത്ത് ഷിജോ പുറത്തിറങ്ങി വാതിൽ ഓടാമ്പലിട്ടു. താക്കോലിട്ട് പൂട്ടേണ്ട ആവശ്യമൊന്നും ഷിജോ കണ്ടില്ല. അത് വിശ്വാസമില്ലായ്മയാണ് കാണിക്കുന്നത്. ആരെയാണ് അവിശ്വസിക്കുന്നത്? ലിസി ചേച്ചിയെയോ? അതോ തൻ്റെ അനുജത്തിയുടെ വയസ്സില്ലാത്ത കൊച്ചു കുട്ടികളെയോ? കുട്ടികളുടെ മുറിയിൽ ജിസി കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയാണ്. ലിസി ചേച്ചിയുടെ കയ്യിലുള്ള പ്ലേറ്റ് ഒരുമാതിരി ഒഴിഞ്ഞിരിക്കുന്നു. ജിസി വല്ലതും കഴിച്ചോ? ഒഴിഞ്ഞ പ്ലേറ്റ് കാണിച്ചുകൊണ്ട് ലിസി ചേച്ചി പറഞ്ഞു. ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ സ്കൂളിൽ പോവാം. വേണ്ട, അവൾ വിശ്രമിക്കട്ടെ. ആനിയുണ്ടല്ലോ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ചേച്ചി ഇടയ്ക്കൊന്നും വന്ന് നോക്കണം കേട്ടോ.
ലിസി തലയാട്ടി. മാത്യു അച്ഛൻ പള്ളിയിൽ നിന്ന് പുറത്തു കടക്കുകയായിരുന്നു. ഈ അച്ഛൻ എപ്പോഴും തിരക്കിലാണ്, ഷിജോ കരുതി. കർത്താവിന് സ്തുതി. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ഷിജോ വിശേഷം? ഞാൻ ആ എസ്റ്റിമേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കമ്മിറ്റി മീറ്റിംഗിൽ വെക്കാനുള്ളത്. ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ എത്താം. ഓഫീസിൽ കാത്തു നിൽക്കൂ. ശരി അച്ചോ. ഓഫീസിൽ കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുന്ന സിസ്റ്റർ തെരേസയും ഒരു ഓഫീസ് അസിസ്റ്റന്റും മാത്രമേ ഉള്ളൂ. എന്താ ഷിജോ? ഒന്നുമില്ല സിസ്റ്റർ. മാത്യു അച്ഛൻ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ മുറിയിലിരുന്നോളൂ. എനിക്ക് കുറച്ച് അത്യാവശ്യ ജോലികൾ തീർക്കാനുണ്ട്. നാളെയാണ് മീറ്റിംഗ്. ഫാനിൻ്റെ സ്വിച്ചിട്ട ശേഷം ഷിജോ അച്ഛനു വേണ്ടി കാത്തിരുന്നു. ജിസിയുടെ കാര്യം എങ്ങനെയാണ് തുടങ്ങുക? ഒരച്ഛനോട് സംസാരിക്കാൻ പറ്റിയ കാര്യമേ അല്ലാതെ. പിന്നെ അയാൾ സ്വയം ആശ്വസിച്ചു. താനിത്ര ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം അതാതിൻ്റെ പാട്ടിന് സ്വാഭാവികമായി വന്നുകൊള്ളും. 5 മിനിറ്റിനുള്ളിൽ മാത്യു അച്ഛനെത്തി. ഷിജോവിൻ്റെ കയ്യിൽ നിന്ന് എസ്റ്റിമേറ്റ് വാങ്ങി കസേലയിൽ പോയിരുന്നു. മാനേജർ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ 7650 രൂപ തന്നിട്ടുണ്ട്. അത് ഞാൻ മാസാവസാനം കണക്കുണ്ടാക്കുമ്പോൾ ഉൾക്കൊള്ളിക്കാം. അച്ഛൻ എസ്റ്റിമേറ്റ് മേശപ്പുറത്ത് വച്ചു. ഇതിൽ കുട്ടികൾക്കും ലിസിക്കും നൈറ്റികൾ വാങ്ങാൻ ഒരു തുക വച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ സംഭാവന പെട്ടിയിൽ ധാരാളം പഴയ ഉടുപ്പുകൾ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നോക്കിയാൽ കുട്ടികൾക്ക് പാകമുള്ളതൊക്കെ കിട്ടും. അതുപോരെ? ഷിജോ പെട്ടെന്ന് പോയത് മറ്റുള്ള കുട്ടികളുടെ നരച്ചു കീറി തുടങ്ങിയ ഉടുപ്പുകളിട്ട് സ്കൂളിൽ പോയിരുന്ന സ്വന്തം കുട്ടിക്കാലത്തേക്കായിരുന്നു. കീറിയ ഉടുപ്പുകൾ അമ്മ പകലിരുന്ന് തുന്നിവയ്ക്കും. വലുതായപ്പോൾ ചാരിറ്റിക്ക് വേണ്ടി വീടുകളിൽ കൂട്ടുകാർക്കൊപ്പം പോയിരുന്ന ഓർമ്മയുമുണ്ട്. അയാൾ പറഞ്ഞു, അത് പോരാച്ചോ. ഒന്നാമത്, ഉപയോഗിച്ച് കീറപ്രാഞ്ചിയായ ഉടുപ്പുകളെ ആൾക്കാർ ദാനം ചെയ്യാറുള്ളൂ. പിന്നെ അനാഥാലയത്തിലാണെങ്കിലും അവർ അനാഥകളാണെന്ന ബോധം ഉണ്ടാക്കാതെ നോക്കണമെന്നുണ്ട് എനിക്ക്. ഞാനിവിടെ ചേർന്ന് 4 ദിവസം കൊണ്ട് തന്നെ അവരുടെ പ്രകൃതിയൊക്കെ മാറിയിരിക്കണു. ശരി, കമ്മിറ്റി മെമ്പർമാർ പറഞ്ഞേക്കാവുന്ന ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. ഞാൻ കുട്ടികൾക്ക് വേണ്ടി വാദിക്കാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. സ്വകാര്യമാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവോന്നറിയില്ല. വേണ്ട, നമുക്ക് പള്ളിമേടയിലേക്ക് പോവാം. വരൂ. നടന്നുകൊണ്ടിരിക്കെ ഷിജോ പറഞ്ഞു തുടങ്ങി. ജിസിക്ക് രാവിലെ സുഖമില്ലാതായി. വയറുവേദനയെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ലിസി ചേച്ചിയാണ് പറഞ്ഞത് ആ കുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട് രാവിലെ എണീറ്റാൽ ഛർദിയുണ്ടെന്ന്. ഇതൊരു ഗൗരവമായ കാര്യമാണ്. ഞാനിവിടെ ചേർന്ന് 2-ാം ദിവസം ഒരു സംഭവം ഉണ്ടായി. പറയാം. രാത്രി ആനി വന്ന കാര്യം കേട്ടുകൊണ്ടിരിക്കെ മാത്യു അച്ഛൻ ക്ഷോഭിച്ചു. ഞാൻ കുത്തി ചോദിച്ചപ്പോഴാണ് അവൾ പറയണത്, പുതിയ വാർഡൻ വന്നാലും ഇതൊന്നും മുടക്കണ്ട, നിങ്ങളുടെ ഊഴം അനുസരിച്ച് വാർഡന്റെ അടുത്തേക്ക് രാത്രി വന്നോളൂ എന്ന് ആ കുട്ടികളോട് അങ്ങേര് പറഞ്ഞു അത്രേ. കർത്താവേ, പക്ഷെ ഷിജോ, എന്താണ് അയാളുടെ ഉദ്ദേശം? എനിക്ക് തോന്നണത് പുതിയ വാർഡൻ എങ്ങനെയെങ്കിലും അത് അറിയും. അപ്പോൾ അയാളെയും കുറ്റവാളിയാക്കിയാൽ ഇതൊന്നും പുറത്തു വരില്ല എന്നായിരിക്കും. അത് ശരിയായിരിക്കും. അപ്പോ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? പഴയ വാർഡന് ഈ കുട്ടികളുടെ അപ്പൂപ്പനാവാനുള്ള പ്രായമുണ്ട്. എന്താണ് അയാളെ മാറ്റാനുള്ള പ്രേരണ? അല്ല, അച്ഛനെങ്ങനെ ഇതേപ്പറ്റി അറിഞ്ഞു? അതോ, അത് ഞങ്ങൾ പുരോഹിതന്മാർക്ക് കുമ്പസാരക്കൂട്ടിൽ കേട്ട കാര്യം പുറത്തു പറയാൻ പാടില്ലെന്നാ. പാപം ചെയ്തവർ അത് ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറയുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്റെ മുമ്പിൽ. പക്ഷേ കുട്ടികൾ മുഴുവൻ ഏറ്റു പറഞ്ഞിട്ടില്ല എന്നല്ലേ കാണിക്കണത്? ആ മനുഷ്യൻ ഈ പാവം കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരിക്കായിരുന്നു. അയാളിനെ തിരിച്ചു വരില്ലെന്ന് ഉറപ്പ് കിട്ടിയപ്പോഴാണ് ആനി ഇത്രയെങ്കിലും പറഞ്ഞത്. ഇതൊരു വലിയ പ്രശ്നമായല്ലോ. ഷിജോവിന് ഉറപ്പാണോ ആ കുട്ടി കുഴപ്പത്തിലായിന്ന്? അങ്ങനെയാണ് ലിസി ചേച്ചി പറഞ്ഞത്. കല്യാണം കഴിച്ചില്ലെങ്കിലും അമ്മയായില്ലെങ്കിലും അവർക്കതിൻ്റെ പൊരുൾ പെട്ടെന്ന് പിടുത്തം കിട്ടുന്നുണ്ടാവും. അത് ഉറപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഡോക്ടറെ കാണിക്കാം. ഉറപ്പിക്കാൻ പറ്റുമല്ലോ. അതുറപ്പാക്കാൻ ഡോക്ടറെ അടുത്തൊന്നും പോണ്ട, മൂത്രം ടെസ്റ്റ് ചെയ്താൽ മതി. മാത്യു അച്ഛൻ പറഞ്ഞു. ഉറപ്പായാലോ? ഷിജോ, അതാണ് വലിയ ചോദ്യം. അതിനുള്ള ഉത്തരം അത്ര എളുപ്പമല്ല. തൽക്കാലം ആരോടും പറയണ്ട, പ്രത്യേകിച്ച് തിരുമേനിയോട്. പഴയ വാർഡൻ പെൺകുട്ടികളോട് അത്ര നന്നായിട്ടല്ല പെരുമാറണമെന്ന് മാത്രമേ അദ്ദേഹത്തിന് അറിയൂ. കാര്യങ്ങൾ അതിര് കടന്നു എന്നറിഞ്ഞാൽ ആ ശുദ്ധാത്മാവ് ക്ഷോഭിക്കും.
ഞാനൊരാളെ പറഞ്ഞു വിടാം. അയാളുടെ കയ്യിൽ മൂത്രത്തിൻ്റെ സാമ്പിൾ കൊടുത്തു വിട്ടാൽ മതി. ഇന്ന് തന്നെ അയാൾ അയക്കാം. അല്ലെങ്കിൽ വേണ്ട, അതിവിടെ കൊണ്ടുവന്ന് സിസ്റ്റർ തെരേസയുടെ കയ്യിൽ കൊടുത്താൽ മതി. അയാളും എന്തിനാ അറിയണത് എവിടത്തെയാന്നൊക്കെ. കുട്ടിയുടെ പേരൊന്നും കൊടുക്കണ്ട. പ്രസ്സുകാർക്ക് ഒരു ചെറിയ തുമ്പ് കിട്ടിയാൽ മതി. അവരാ കുട്ടിയുടെ പേര് നാറ്റിക്കും, സഭയുടെയും. കയ്യിലുള്ള എസ്റ്റിമേറ്റ് നോക്കിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇത് സാങ്ഷനായെന്ന് തന്നെ വച്ചോ. കുട്ടികൾ മനുഷ്യരെ പോലെ ജീവിക്കട്ടെ. ശരി അച്ചോ. പള്ളിമേടയിലൊന്നും എത്തിയിട്ടില്ലെന്നും മുറ്റത്ത് പറന്നു നിൽക്കുന്ന മാവിൻ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചതെന്നുമുള്ള ബോധം അപ്പോഴാണ് ഷിജോവിനുണ്ടായത്. നേരിയ തണുപ്പുള്ള കാറ്റ് സാന്ത്വനമായി തലോടുന്നു. അച്ചോ, ഒരു കാര്യം കൂടി. എന്താ ഷിജോ, പറയേ. പഴയ വാർഡൻ ഇപ്പോൾ എവിടെയാണ്? അയാളോ? അയാളെ ഇടുക്കിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ആൺകുട്ടികൾ മാത്രമുള്ള അനാഥാലയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഷിജോ അസ്വസ്ഥനായി. ആ മനുഷ്യന് ആൺകുട്ടി പെൺകുട്ടി എന്ന വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ശരിയാണ് ഷിജോ പറഞ്ഞത്. അച്ഛൻ അത് പറഞ്ഞപ്പോഴാണ് താൻ മനസ്സിൽ കണ്ട കാര്യം ഉറക്കെ പറഞ്ഞുവെന്ന് ഷിജോവിന് മനസ്സിലായത്. മാത്യു അച്ഛൻ തുടർന്നു, അതിനെന്തെങ്കിലും വഴിയുണ്ടാക്കാം. അച്ഛൻ തിരിച്ച് ഓഫീസിലേക്ക് തന്നെ നടന്നു. ഷിജോ, താൻ സമാധാനമായി പൊയ്ക്കോ. എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. കുറച്ച് പച്ചക്കറികൾ വാങ്ങിപ്പോകാം. പള്ളിവളപ്പിന് പുറത്തു കടക്കുമ്പോൾ ഷിജോ ആലോചിച്ചു. ജിസിക്ക് എങ്ങനെയുണ്ട് ലിസ് ചേച്ചി? പച്ചക്കറികളുള്ള സഞ്ചികൾ ഏൽപ്പിക്കുമ്പോൾ ഷിജോ ചോദിച്ചു. ഇപ്പം കുഴപ്പമൊന്നും കാണില്ല. അവിടൊക്കെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. എന്നാലും ഒരു കണ്ണുണ്ടാവാ നല്ലത് ചേച്ചി. പിന്നെ നമ്മളുണ്ടാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് സാങ്ഷനാക്കി തരാമെന്ന് മാത്യു അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. നാളെ വാങ്ങിക്കൊണ്ടുവരാം. നാളല്ല, മറ്റന്നാൾ, തിങ്കളാഴ്ച. പിന്നെ വേറൊരു കാര്യം, ജിസിയുടെ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യണ്ട. കുപ്പിയിലാക്കിയിട്ട് ഓഫീസിൽ സിസ്റ്റർ തെരേസയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്തോളും. ഒരു ചെറിയ കുപ്പി വേണം. ഇവിടെ ഉണ്ടാവുമോ? മൂത്രം പരിശോധിച്ചാൽ മനസ്സിലാവോ? കുപ്പിയുണ്ടോ? ഉണ്ടാവും. കഴുകിയെടുക്കണം. ഞാൻ കഴുകിത്തരാം. ചേച്ചി വാങ്ങി വെച്ചാൽ മതി. ഇപ്പോൾ തന്നെ പറ്റില്ലേ? ചെയ്യാലോ. അയാൾ കുട്ടികളുടെ മുറിയിലേക്ക് നടന്നു. ജിസിയും ആനിയും ഓരോ ടെക്സ്റ്റ് ബുക്കും തുറന്നു വെച്ച് സംസാരിക്കുകയായിരുന്നു. എന്തോ കാര്യമായ വിഷയമായതുകൊണ്ട് ഷിജോ മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്നത് അവർ കണ്ടില്ല. പെട്ടെന്ന് ആനി ചാടി എഴുന്നേറ്റു. സാർ, എങ്ങനെയുണ്ട് ജിസിക്ക്? ജിസി അവിടെ തന്നെ ഇരുന്നോളൂ, എഴുന്നേൽക്കണ്ട. പക്ഷേ അവൾ ഇരുന്നില്ല. ഇപ്പോൾ ഭേദമായി സാർ. ഗുഡ്. ഷിജോ വരാന്തയിലേക്ക് കടക്കുമ്പോഴാണ് ലിസി ചേച്ചി കുപ്പിയുമായി വരുന്നത്. താൻ അതിനെപ്പറ്റി ജിസിയോടൊന്നും പറഞ്ഞില്ലെന്ന് അയാൾ ഓർത്തു. സാരമില്ല, ചില കാര്യങ്ങൾ ലിസി ചേച്ചിക്ക് വിട്ടുകൊടുക്കുകയാണ് നല്ലത്. സാമ്പിൾ അടങ്ങിയ കുപ്പി കടലാസിൽ പൊതിഞ്ഞ് കമ്മിറ്റി ഓഫീസിലേക്ക് നടക്കുമ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരികയായിരുന്നു. കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ചാർത്ത് വിളിച്ചു. ഷിജോ സാർ! ആദ്യമായിട്ടായിരിക്കണം വാർഡനെ കാണുമ്പോൾ അവർ ആർത്ത് വിളിക്കുന്നത്. ഡൈനിങ് റൂമിൽ അവർക്ക് വേണ്ടി ചായയും എന്തെങ്കിലും പലഹാരവും കാത്തുകിടപ്പുണ്ടാവും. ചായ എന്നും പതിവുള്ളതാണ്. കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കീശയിൽ വെച്ച ഫോൺ ശബ്ദമുണ്ടാക്കി. വീട്ടിൽ നിന്നാണ്. എന്താണ് വിളിക്കുക കൂടി ചെയ്യാത്തത് എന്ന പരാതി. അമ്മേ, ഞാൻ വളരെ തിരക്കിലാണ്, ഓടിച്ചാടി നടക്കുകയാണ്. ഇവിടുത്തെ മാനേജറെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ അതുകൊണ്ട് അങ്ങേരുടെ ജോലിയും ചെയ്യണം. ഞാൻ നാളെ വൈകിട്ട് വരാം, പോരെ? അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. ലിജി എന്തു പറയണു? ശരി ശരി. ഭാഗ്യത്തിന് സിസ്റ്റർ തെരേസ ഓഫീസിൽ ഒറ്റയ്ക്കായിരുന്നു. കുപ്പി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ബാബുചേട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കൊണ്ടുപോവാൻ. അയാൾ ഷിജോവിനെ കാണണ്ട. ആള് കുറച്ച് ചെകഞ്ഞു നോക്കുന്ന ടൈപ്പാണ്. സ്വകാര്യമൊക്കെ മനസ്സിൽ വെക്കും. പക്ഷേ അയാൾ എന്തിനാണ് അറിയണത്? ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് കിട്ടുക? വേഗം കിട്ടുന്ന തോന്നണത്. കിട്ടിയാൽ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ? ശരി. തിരിച്ച് സ്ഥാപനത്തിലേക്ക് നടക്കുമ്പോൾ അയാൾ ആലോചിച്ചു. ഇതൊരു വെറും ഉറപ്പാക്കൽ മാത്രമാണ്. ഇനി അയാളുടെ മുമ്പിൽ ആ 15-കാരിയുടെ ഭാവി മാത്രമായിരുന്നു അപ്പോൾ. മാത്യു അച്ഛൻ എന്താണ് പറയുക എന്നറിയില്ല. കളയാൻ അദ്ദേഹം സമ്മതിക്കുമോ എന്നും അറിയില്ല. നമ്മുടെ മതം അതിനൊക്കെ എതിരാണ് എന്നൊക്കെ പറയുമോ ആവോ? പിന്നെ 15 വയസ്സ് പ്രായം മാത്രം. ഈ പ്രായത്തിൽ ഒരമ്മയാവുന്നതിൻ്റെ റിസ്ക് എന്തായിരിക്കും? പോട്ടെ, അതൊക്കെ കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന
മാനസിക സമ്മർദ്ദവും നാണക്കേടും ഒക്കെ കഴിഞ്ഞ് ഈ കുറ്റകൃത്യം ചെയ്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച ആൾക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ലോകത്തിന് എന്തോ തകരാറുണ്ട്. ഒന്നുകിൽ തനിക്ക് ഇതിൽ നിന്നൊക്കെ ഒഴിവായി പോകാം, അല്ലെങ്കിൽ ഇതിനൊക്കെ എതിരായി പൊരുതാം. ഒഴിവായി പോകുന്നത് ഭീരുത്വമാണ്. മുറിയിലെത്തിയ ഉടനെ ആനി വന്നു. സർ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയുമോളെ, എനിക്ക് ജിസിയുടെ കാര്യത്തിൽ പേടിയായിരിക്കണു. എന്തേ? അവളെന്ന് പറയാണ്. ഭയത്തോടെ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് അവൾ തുടർന്നു. നിനക്കെൻ്റെ ഒപ്പം ചാവാൻ പറ്റുമെന്ന്. അവൾക്ക് ഒറ്റയ്ക്ക് ചാവാൻ വയ്യ. അപ്പോൾ രണ്ടുപേരും കൂടെ മരിക്കാന്ന്. നീ എന്തു പറഞ്ഞു? എനിക്ക് പറ്റില്ല എന്ന്. അവളും ചാവണ്ട. സാറ് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ ഒരു പരിഹാരമല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. നിങ്ങളിത് മറ്റു കുട്ടികളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല സർ. ഇപ്പം ഞാനും ലിസ് ചേച്ചിയും മാത്യു അച്ഛനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ചെയ്യാമെന്ന് പറയൂ. പിന്നെ അവളെ ഒന്ന് ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് എങ്ങോട്ടും വിടരുത്. ശരി സർ, ഞാൻ പോട്ടെ. ജിസി ബാത്റൂമിലേക്ക് പോയി തക്കം നോക്കി വന്നതാ ഞാൻ. രാത്രി 8 മണിയോടെ സിസ്റ്റർ തെരേസ വിളിച്ചു. പരിശോധനാഫലം പോസിറ്റീവാണ്. മാത്യു അച്ഛൻ ഇപ്പോൾ ഫ്രീ ആണോ? ഷിജോ ചോദിച്ചു. പള്ളിമേടിലുണ്ട്. ഒന്ന് ഫോൺ ചെയ്തിട്ട് പോയാൽ മതി. ഫോൺ ചെയ്തു. തന്നെ വിളിക്കാൻ നിൽക്കായിരുന്നു ഞാൻ. റിസൾട്ട് അറിഞ്ഞില്ലേ? ഇവിടെ വരൂ, സംസാരിക്കാം. ഷിജോ അടുക്കളയിൽ പോയി. ലിസി ചേച്ചി, ഞാൻ മാത്യു അച്ഛനെ കാണാൻ പോവാണ്. കുട്ടികൾക്ക് ഭക്ഷണമായാൽ അവർ കഴിച്ചോട്ടെ. എന്നെ കാത്തു നിൽക്കണ്ട. പിന്നെ ജിസിയുടെ കാര്യം. റിസൾട്ട് കിട്ടി. നമ്മൾ ഭയന്നത് തന്നെയാണ്. അവളെ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം. ആനി ഇപ്പോൾ പറയാണ് അവളോടും ജിസിയുടെ ഒപ്പം മരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുവെന്ന്. കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ നോക്കണേ. മാത്യു അച്ഛൻ മുമ്പിലുള്ള കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കി എന്തോ ബ്രൗസ് ചെയ്യുകയായിരുന്നു. ഷിജോവിനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ച് അദ്ദേഹം മോണിറ്ററിലേക്ക് തിരിഞ്ഞു. ഒരു 5 മിനിറ്റിന്റെ വിടവിന് ശേഷം അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ഷിജോ, നമ്മുടെ മുമ്പിൽ 2 വഴികളാണുള്ളത്. ആദ്യത്തേത് പോലീസിൽ അറിയിക്കലാണ്. രണ്ടാമത്തേത് എനിക്ക് ഒരു പുരോഹിതൻ എന്ന നിലയിൽ പറയാൻ വിഷമമുണ്ട്. അതായത് ഒരു ജീവൻ അവസാനിപ്പിച്ച് ആ പെൺകുട്ടിയെ രക്ഷിക്കാന്നുള്ളതാണ്. കർത്താവിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്ത മനുഷ്യനെ ഇനി ഒരിക്കലും പാപം ചെയ്യാനാവാത്ത വിധം ഒരു നിലയിലാക്കുകയും ചെയ്യാം. ഇതിൽ ആദ്യത്തേതാണ് നമുക്ക് സേഫായിട്ടുള്ളത്. പോലീസ് കാര്യങ്ങൾ നടത്തിക്കൊള്ളും. അത് വേണ്ടച്ചോ, അതാ കുട്ടിക്ക് വിഷമാവും. അതാണ് ഞാൻ പറയാൻ പോണത്. അവർ ആ കുട്ടിയെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനും പോലീസ് സ്റ്റേഷനിലേക്കും ഇടുക്കിയിലേക്കും കോടതിയിലേക്കും കൊണ്ടുപോകും. മാധ്യമങ്ങളൊക്കെ അങ്ങനെ ഒരു കാര്യം കിട്ടാൻ കാത്തു നിൽക്കാണ്. അവരതിൻ്റെ പിന്നാലെയായിരിക്കും. പിന്നെ കുറേ ദിവസം ഈ കുട്ടിയായിരിക്കും സ്ക്രീനിലും പത്രങ്ങളുടെ പേജുകളിലും നിറഞ്ഞു നിൽക്കുക. അതോടെ ആ കുട്ടിയുടെ ജീവിതം നശിച്ചു. കുറ്റവാളി വല്ല രാഷ്ട്രീയ സ്വാധീനത്തിൽ രക്ഷപ്പെട്ടുവെന്നും വരും. നാളെ തന്നെ തെരേസയോട് അവിടെ വന്നിട്ട് ആ കുട്ടീനെ കൂട്ടി നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോകാൻ പറയാം. അതിനിടയ്ക്ക് ലിസിയോട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയണം. അവളുടെ സമ്മതം വേണ്ടിവരും. പ്രായപൂർത്തിയാവാത്തോണ്ട് രക്ഷാകർത്താവിൻ്റെ സമ്മതം മതിയായിരിക്കും. ശരിയച്ചോ. ഷിജോ പരിഭ്രമിക്കൊന്നും വേണ്ട. എല്ലാം തെരേസ ചെയ്തോളും. പിന്നെ അവൾക്ക് രാവിലെ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കൊടുക്കണ്ട. ഓപ്പറേഷൻ ഒന്നും പറയാനില്ല. വെറുമൊരു DNC ആണ്. ടെസ്റ്റ് റിസൾട്ട് അറിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഞാൻ നെറ്റിലിരിക്കാൻ. എന്താണ് പ്രതിവിധി എന്നറിയാൻ വേണ്ടി. പിന്നെ പഴയ വാർഡൻ്റെ കാര്യത്തിലും വേണ്ടത് ചെയ്യുന്നുണ്ട്. വേറെ ആളെ ചാർജ് എടുക്കാൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. നാളെ പുതിയ ആൾ പോയി ചാർജ് എടുക്കും. പിന്നെ പഴയ വാർഡൻ കാരണം ഒരു കുട്ടിയും നശിക്കില്ല. നന്ദി അച്ചോ. നന്ദി എനിക്കല്ല ഷിജോ, കർത്താവിന് പറയേ. കർത്താവല്ലേ വഴി കാണിച്ചു തന്നത്. തലയ്ക്ക് മുകളിൽ ചുമരിൽ തൂങ്ങുന്ന ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് മാത്യു അച്ഛൻ പറഞ്ഞു. ഡാവിഞ്ചിയുടെ അവസാന അത്താഴം എന്ന ചിത്രത്തിൽ യേശുവിൻ്റെ ഇടത്തിരിക്കുന്ന ശിഷ്യൻ മുകളിലേക്ക് ചൂണ്ടിക്കാട്ടുന്നത് പോലെ തോന്നി ഷിജോവിന്. പിന്നെ വേറൊരു കാര്യം, ഇതൊന്നും ആരും അറിയണ്ട, പ്രത്യേകിച്ച് ഒപ്പമുള്ള കുട്ടിയോള്. ജിസയുടെ ഭാവിക്ക് അത് ദോഷം ചെയ്യും. ശരിയച്ചോ. ഒരു പുരോഹിതന് നൽകാവുന്നത്ര സാന്ത്വനം മാത്യു അച്ഛൻ തന്നിരിക്കുന്നു. തിരിച്ചു നടക്കുമ്പോൾ
ഷിജോവിൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. കാര്യങ്ങളൊന്നും വിചാരിക്കുന്നത്ര പ്രശ്നങ്ങളുള്ളതല്ലെന്നും ഏതാനും ദിവസത്തിനുള്ളിൽ കലങ്ങി തെളിയാവുന്നത് മാത്രമാണെന്ന് മനസ്സിലായി. നാളെ ഏതായാലും അമ്മയെ കാണണം. അമ്മയെ ഓർത്തപ്പോഴാണ് ലിജിക്ക് മിഠായി വാങ്ങിക്കൊടുക്കാറുള്ളത് ഓർമ്മ വന്നത്. ഇന്ന് കുട്ടികൾക്ക് ഓരോ മിഠായി വാങ്ങാം. അയാൾ കടയിൽ കയറി. ഗേറ്റിലെത്തിയപ്പോഴാണ് അവിടെ ആകെ ഭൂകമ്പമായി എന്ന് കണ്ടത്. ആനി കരഞ്ഞുകൊണ്ട് ഓടി വന്നു. സാർ, ജിസയെ കാണാനില്ല. കാണാനില്ലേ? എന്തായി പറയണത്? ഒരു നിമിഷം മുമ്പ് വരെ അനുഭവപ്പെട്ട ശാന്തത ഈ അശാന്തിയുടെ മുന്നോടിയായിരുന്നു. ആനിക്ക് സംസാരിക്കാൻ വയ്യെന്നായിരിക്കുന്നു. അയാൾ ചോദ്യം ആവർത്തിച്ചു. അതെ സാർ, കുളിക്കണം. അപ്പോൾ ലിസി ചേച്ചിയുടെ അടുത്ത് പോയി തലേ തേക്കാൻ കുറച്ച് എണ്ണ വാങ്ങട്ടെ എന്ന് പറഞ്ഞതായിരുന്നു. ഇവിടെ സംസാരിച്ച് നിൽക്കുമായിരിക്കുമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ടും കാണാനില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി നോക്കി. അവിടെ ചെന്നിട്ടില്ല എന്ന് ചേച്ചി പറഞ്ഞു. ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കി. അവൾ തേങ്ങിക്കരയുകയാണ്. ഷിജോ തളർന്നു. എല്ലാം ശരിയായി വരുന്നുവെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അടി കിട്ടുന്നത്. ഷിജോ തളർന്നു. എല്ലാം ശരിയായി വരുന്നുവെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അടി കിട്ടുന്നത്. എവിടെയാണ് അന്വേഷിക്കുക? ആരോടാണ് ചോദിക്കുക? നിങ്ങൾ ഇവിടെയൊക്കെ നല്ലോണം നോക്കിയോ? നോക്കി സർ, ലിസി ചേച്ചിയാണ് പറഞ്ഞത്. എവിടെയില്ല. ഷിജോ ഗേറ്റിലേക്ക് ഓടി. പുറത്തേക്കിറങ്ങാൻ മടിച്ച് പകച്ചു നിന്നു. എങ്ങോട്ടാണ് പോകുക? എല്ലാം കഴിഞ്ഞ് അവസാനം പോലീസിൽ അറിയിക്കുക തന്നെ വേണ്ടിവരുമോ? പെട്ടെന്നാണ് ഒരു ഓട്ടോ മുമ്പിൽ വന്ന് നിന്നത്. അതിൽ ജിസി ഉണ്ടായിരുന്നു. അവൾ കരയുകയായിരുന്നു. എന്തു പറ്റി മോളെ? എന്തു പറ്റിയെന്നോ? ഓട്ടോയിൽ നിന്ന് ചാടിയിറങ്ങിയ ഡ്രൈവർ പറഞ്ഞു, ഈ കുട്ടി കാരണം ഞാനും പെടേണ്ടതായിരുന്നു തീവണ്ടിയുടെ അടിയിൽ. മോളെ, നീ അകത്തേക്ക് പോയി ഉടുപ്പൊക്കെ മാറ്റ്. അവളുടെ വസ്ത്രങ്ങളിൽ നിലത്ത് കിടന്നുരുണ്ട പോലെ ചെളി പിടിച്ചിരുന്നു. ലിസ് ചേച്ചി, ഇവളുടെ കാര്യമൊന്ന് നോക്കൂ. അകത്തേക്ക് വരൂ. ഷിജോ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു. ഇവിടുന്ന് സംസാരിക്കണ്ട. ഓട്ടോ അകത്ത് കയറ്റി ഇട്ടുകൂടെ? പിന്നെന്താ? നിങ്ങളുടെ ഷർട്ടിലും പാൻറ്റിലും ഒക്കെ ചെളിയായിട്ടുണ്ടല്ലോ. ഓഫീസ് മുറിയിലേക്ക് അയാളെയും കൂട്ടി നടക്കുമ്പോൾ ഷിജോ പറഞ്ഞു. ചെളിയാവോ മാത്രമല്ല, അത്യാവശ്യം ദേഹത്തെ തോലൊക്കെ പോയിട്ടുമുണ്ട്. അയാൾ കയ്യിൻ്റെ മുട്ടും പുറം കൈയും കാണിച്ചു. സാമാന്യം നല്ല വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഓഫീസ് മുറിയിൽ അയാളെ കസേലയിലിരുത്തി ഒരു ചായ ഉണ്ടാക്കാൻ ലിസ് ചേച്ചിയെ ഏൽപ്പിച്ച് ഷിജോ തിരിച്ചു വന്നു. അപ്പോൾ എന്താ ഉണ്ടായത്? നമ്മുടെ റെയിൽവേ ഗേറ്റില്ലേ, അവിടെ ഗേറ്റട കിട്ടി. വണ്ടി പോകാൻ കാത്തു നിൽക്കായിരുന്നു ഞാൻ. അപ്പോഴാണ് ഈ കുട്ടി റെയിലിന്മേ കൂടെ നടന്നു വരണത് കണ്ടത്. കണ്ടതും എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. കുട്ടി ഈ ലോകത്തൊന്നും ആയിരുന്നില്ല. ട്രെയിൻ വരണ ശബ്ദം കേട്ട് ഞാൻ വേഗം ഓടിച്ചെന്നു. മൂപ്പത്തിയാർക്ക് മാറാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. മുട്ടിയില്ല എന്നായപ്പോഴേക്ക് എനിക്കവിടെ ഓടിയെത്തി അവളെയും കൊണ്ട് മറുഭാഗത്തേക്ക് ചാടാൻ പറ്റി. ആ വീഴ്ചയിൽ പറ്റിയതാ ഇതൊക്കെ. അയാൾ വീണ്ടും കൈമുട്ടും പുറം കൈയും ചെരിപ്പൂരി കാൽപ്പടവും കാണിച്ചു തന്നു. കർത്താവേ! അപ്പോഴേക്ക് ആൾക്കാരൊക്കെ കൂടി. ഞാൻ അവളെ എടുത്ത് ഓട്ടോയിൽ കയറ്റി. നിന്റെ പേരക്കുട്ടിയാണ്, വീട്ടിൽ നിന്ന് വാശി പിടിച്ചിറങ്ങി വന്നാണെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഇവരൊക്കെ കൂടെ അവളെ നാറ്റിക്കും. അത് നന്നായി, ഷിജോ പറഞ്ഞു. വളരെ നന്ദിയുണ്ട്. നിങ്ങളവിടെ ഉണ്ടായില്ലെങ്കിലത്തെ കാര്യം ആലോചിക്കാൻ കൂടെ വയ്യ. എന്താ കുട്ടിയുടെ പ്രശ്നം? ഈ പ്രായത്തിലെ പെൺകുട്ടികളുടെ കാര്യം പറയാനുണ്ടോ? മനസ്സിലായെന്ന മട്ടിൽ അയാൾ തലയാട്ടി. ലിസി ചേച്ചി കൊണ്ടുവന്ന ചായ ഒറ്റ വലിക്ക് അയാൾ അകത്താക്കി. പാവം, ശരിക്കും അയാൾക്ക് ചായ വേണ്ടിയിരുന്നു. കയ്യും കാലും കഴിയിക്കോളൂ, ഞാൻ ഡെറ്റോളിട്ട് തരാം. വേണ്ട, വീട്ടിൽ പോയി കുളിക്കണം, മേലാകെ ചെളിയാണ്. ഞാൻ കുറച്ച് പണം തരാം, അത് വാങ്ങണം. കീശയിൽ നിന്ന് 100-ന്റെ 2 നോട്ടുകളെടുത്ത് ഷിജോ ഡ്രൈവറുടെ നേരെ നീട്ടി. ഏയ്, അതൊന്നും വേണ്ട. എനിക്ക് ഈ പ്രായത്തിലുള്ള 2 പേരക്കുട്ടികളുണ്ട്. അയാൾ എഴുന്നേറ്റ് ചെരിപ്പിട്ട് തിരിഞ്ഞു നടന്നു. പിന്നെ ഒരു വീണ്ടു വിചാരത്തിൽ തിരിച്ചു വന്നു. അല്ലെങ്കിൽ അത് തന്നോളൂ. നാളേക്ക് മേലുവേദനയും ഒക്കെ ആയിട്ട് ഓട്ടം പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. എൻ്റെ കുടുംബം നോക്കണ്ടേ? പോകുമ്പോൾ എൻ്റെ പേരക്കുട്ടികൾക്ക് വല്ല മിഠായും വാങ്ങുകയും ചെയ്യാം. ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്തതിന് പ്രാശ്ചിത്തം ചെയ്യണ്ടേ? ഉറക്കെ ചിരിച്ചുകൊണ്ട് അയാൾ നടന്നുപോയി. അല്പം തടിച്ച് കഷണ്ടി കയറിയ ആ ഇരുണ്ട മനുഷ്യൻ ഓട്ടോവിനടുത്തേക്ക് നടക്കുമ്പോൾ ഷിജോ ആലോചിച്ചു.
നല്ല മനുഷ്യൻ. അയാൾ കൈവീശി ഓട്ടോ സ്റ്റാർട്ടാക്കി പോയി. അപ്പോഴാണ് അയാളുടെ പേരും വിലാസവും ഒന്നും ചോദിച്ചില്ലെന്ന് ഷിജോ ഓർത്തത്. ക്ഷോഭത്തിനിടയിൽ അത് മറന്നതാണ്. ഷിജോ കുട്ടികളുടെ മുറിയിലേക്ക് പോയി. ജിസി കട്ടിലിൽ കിടക്കുകയാണ്. ഉടുപ്പ് മാറിയിരിക്കുന്നു. കുട്ടികൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അവൾ മാറിയ ചെളിപിടിച്ച ഉടുപ്പുമായി ലിസി ചേച്ചി കട്ടിലിനടുത്ത് നിൽക്കുകയാണ്. ഷിജോ കട്ടിലിരുന്ന് ജിസിയുടെ കൈപിടിച്ച് മൃദുലമായി തലോടിക്കൊണ്ട് പറഞ്ഞു, ആ നല്ല മനുഷ്യൻ സമയത്തിന് വന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ എത്രത്തോളം വേദനിക്കായിരുന്നു. നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ഷിജോ സാറില്ലേ? ഞാനത് ഓരോന്നായി തീർത്തുകൊണ്ടിരിക്കുകയാണ്. മോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യരുത്. സമാധാനായിരിക്കെ. ജിസി ഒന്നും പറയാതെ കരയുകയാണ്. കണ്ണീർ ഇരുവശത്തുകൂടി ഒഴുകി തലയിണ നനയ്ക്കുന്നുണ്ട്. സാരില്ലേ മോളെ. കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയ മിഠായി ഓർമ്മ വന്നു. ആ തിരക്കിൽ അതെവിടെയാണ് വച്ചതെന്ന് ഓർമ്മയില്ല. ലിസ് ചേച്ചി, ഞാൻ ഈ കുട്ടികൾക്ക് കുറച്ച് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ തിരക്കിൽ എവിടെയാണ് വച്ചതെന്ന് ഓർമ്മയില്ല. എൻ്റെ കയ്യിൽ തരുകയോ ചെയ്തത്. ഞാൻ കൊണ്ടുവരാം. അവർ പോയി മിഠായി പൊതി കൊണ്ടുവന്നു. അത് നന്ദിതയുടെ കയ്യിൽ കൊടുക്കൂ. അവളതെല്ലാവർക്കും വിതരണം ചെയ്യട്ടെ. നന്ദിതയ്ക്ക് സന്തോഷമായി. എല്ലാവർക്കും കൊടുത്ത ശേഷം അവൾ പറഞ്ഞു, സാർ, ഇതിൽ 4 മിഠായി ബാക്കിയുണ്ട്. ലിസ് ചേച്ചിക്ക് കൊടുത്തോ? എനിക്കും തന്നു. ഉള്ളം കൈ തുറന്ന് മിഠായി പ്രദർശിപ്പിച്ചുകൊണ്ട് ലിസി പറഞ്ഞു. നീ എടുത്തോ? ഇല്ല. അതിൽ നിന്ന് ഒരെണ്ണം പെറുക്കിയെടുത്ത് അവൾ പറഞ്ഞു. ഇപ്പൊ 3 എണ്ണം ബാക്കിയുണ്ട്. അത് നീയും രേവതിയും ആലീസും കൂടി ഭാഗിച്ചെടുത്തോ. നിങ്ങളല്ലേ ഏറ്റവും ചെറിയ കുട്ടിയോള്. എഴുന്നേൽക്കുമ്പോൾ ഷിജോ കയ്യിലുള്ള മിഠായി ജിസിക്ക് കൊടുത്തു. നീയല്ലേ വീണത്? ഇത് പ്രായശ്ചിത്തം ചെയ്യാണ്. അയാൾ ഉറക്കെ ചിരിച്ചു. ഓട്ടോക്കാരൻ്റെ പ്രായശ്ചിത്തം എന്ന വാക്കിൽ ചിരിക്കാനുള്ള എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ജിസിയുടെ ചുണ്ടിലും ചിരിയുടെ നേരിയ ചലനങ്ങൾ. ഷിജോ ഓഫീസ് മുറിയിൽ പോയിരുന്നു. വല്ലാത്തൊരു ദിവസം. കർത്താവേ, ഇങ്ങനത്തെ ദിവസങ്ങൾക്ക് വേണ്ടിയാണോ എന്നെ ഇവിടേക്ക് വലിച്ചിഴിച്ചത്? ലിസ് ചേച്ചി വാതിൽക്കൽ വന്നു നിന്നു. അകത്തു വരൂ ചേച്ചി, ഇരിക്കൂ. അവർ കസേലയിലിരുന്ന് അയാളെ നോക്കുകയാണ്. എന്തായി എന്ന മട്ടിൽ. നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് തെരേസ സിസ്റ്റർ വരും, ജിസിയെ നഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോകാൻ. രാവിലെ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കൊടുക്കണ്ട. 1 മണിക്കൂറിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തും. അതിനിടയ്ക്ക് ചേച്ചി ഒറ്റയ്ക്കിരുന്ന് അവളോട് ഇതേപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കണം. ആനി ഒഴികെ മറ്റു കുട്ടികൾ ആരും അറിയണ്ട. അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. എൻ്റെ ഈശോയെ. പിന്നെ രാവിലെ തുന്നക്കാരി വന്നാൽ പറഞ്ഞാൽ മതി. ജിസിക്കും ദീപയുടെ അളവിൽ തുന്നിയാൽ മതിയെന്ന്. രണ്ടുപേരും ഏകദേശം ഒരേ വലിപ്പല്ലേ? അതെ. തുന്നക്കാരി തന്നെ തുണികളുടെ സാമ്പിളും കൊണ്ടുവരും. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട തുണി തന്നെ എടുത്തോട്ടെ. ഒരേ തുണി തന്നെ കളർ ചേഞ്ചോ അല്ലെങ്കിൽ ഓരോരുത്തർക്കും വേറെ വേറെ തുണികളോ. വിലയൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. ചേച്ചിയും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ. ശരി. കുട്ടികൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല. അതിനിടയ്ക്കല്ലേ ഇതൊക്കെ ഉണ്ടായത്. എന്നാൽ പിന്നെ നമുക്ക് ഊണ് കഴിക്കാം. കുട്ടികൾക്ക് വിശക്കനുണ്ടാവും. അത് കഴിഞ്ഞാൽ ചേച്ചിയുടെ കട്ടിൽ പിടിച്ച് കുട്ടികളുടെ മുറിയിലിടണം. ഇന്നു തൊട്ട് ചേച്ചി അവിടെ കിടക്കൂ. ലിസി ഒന്നും പറഞ്ഞില്ല. അവർക്കിഷ്ടമായില്ലേ ആവോ. സാരമില്ല. അവരെയും ഒറ്റയ്ക്ക് പുറത്തൊരു മടയിൽ മാറ്റിയിടുന്നത് ശരിയല്ല. ഒരാഴ്ച കഴിഞ്ഞു. ജീവിതം ഒരിക്കൽ കൂടി സാധാരണ മട്ടായി എന്ന് തോന്നിച്ചു. ഭക്ഷണക്രമം മാറി. കുട്ടികളുടെ മുഖത്ത് രക്തപ്രസാദമുണ്ടായി. പുതിയ ഉടുപ്പുകളിൽ അവർ ഓടിച്ചാടി നടന്നു. പകലും നൈറ്റ് തന്നെയാണ് ഇടുന്നത്. വരട്ടെ, അടുത്ത മാസം മാത്യു അച്ഛനെ കൊണ്ട് അവർക്കുള്ള പുതിയ ഉടുപ്പുകൾ സാങ്ഷൻ വാങ്ങിക്കണം. മുടക്കു ദിവസങ്ങളിൽ പകൽ നൈറ്റി ഇടുന്നത് സുഖമില്ല. അതുപോലെ തന്നെ ഒരു TV സെറ്റും വേണം. അതാണ് കുട്ടികളുടെ പുതിയ ഡിമാൻഡ്. കുട്ടികളുമായി കൂടുതൽ എടുത്തപ്പോൾ ലിസി ചേച്ചി ആകെ മാറിയിരിക്കുന്നു. അവർ ബീഡിവലി നിർത്തി. ഒരമ്മയെപ്പോലെ കുട്ടികളെ ശാസിക്കാനും അവർക്ക് വേണ്ടി നല്ല ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാനും തുടങ്ങി. ഒരു 10 ദിവസം കൊണ്ട് ഇത്രമാത്രം മാറ്റം ആ വീടിനുണ്ടായി. അത്ഭുതം തന്നെ. ഞായറാഴ്ചത്തെ ബഹളം ഒന്നടങ്ങിയത് ഉച്ചയുറക്കം കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ലിസി ചേച്ചി ഉണ്ടാക്കിയ ഉള്ളിവടയും ചായയും കഴിച്ചപ്പോഴാണ്.
ചായ കൂടി കഴിഞ്ഞപ്പോൾ ഷിജോ പറഞ്ഞു, ഇന്ന് ഞാനൊരു പുതിയ കളി പഠിപ്പിച്ചു തരാം. എന്തു കളി? എല്ലാവരും ഒന്നിച്ചു ചോദിച്ചു. ഓടിച്ചാടിയുള്ള കളികൾക്ക് അവർക്ക് ഈ സമയത്ത് താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു ജിഗ്സോ പസിലാണ്. എന്നുവെച്ചാൽ പല കഷ്ണങ്ങളാക്കിയ ഒരു ചിത്രം വീണ്ടും അതാതിൻ്റെ സ്ഥാനത്ത് അടുക്കി വെച്ച് അതേ ചിത്രം ഉണ്ടാക്കുക. കുട്ടികൾക്ക് താല്പര്യം വന്നു. ഷിജോ ഓഫീസ് മുറിയിൽ പോയി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത നോട്ടീസ് ബോർഡും ചിത്രത്തിന്റെ മുറിച്ചുവെച്ച കുറെ കടലാസ് കഷ്ണങ്ങളുമായി തിരിച്ചു വന്നു. ഒപ്പം തന്നെ ചുരുട്ടിവെച്ച ഒരു ചിത്രവും. ഈ കടലാസ് കഷ്ണങ്ങൾ ഒരു വീടിന്റെ ചിത്രമാണ്. അത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ്. 18 കഷ്ണങ്ങളാണുള്ളത്. ആദ്യത്തെ കഷ്ണം ഞാൻ തന്നെ അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കും. പിന്നെ നിങ്ങൾ ഓരോരുത്തരായി ഓരോ കഷ്ണം എടുത്ത് അതാതിൻ്റെ സ്ഥാനത്ത് വയ്ക്കണം. സംശയമുണ്ടെങ്കിൽ ഇതേ ചിത്രം മേശപ്പുറത്ത് ഇതാ നിവർത്തി വയ്ക്കുന്നുണ്ട്, അത് നോക്കിയാൽ മതി. ആദ്യം ലിസി ചേച്ചി വയ്ക്കട്ടെ. പിന്നെ ഏറ്റവും വയസ്സ് കുറഞ്ഞവർ തൊട്ട് ചെയ്യണം. ശരി സാർ. നീട്ടലോടുകൂടിയ സാർ വിളിയോടെ അവർക്കത് ഇഷ്ടപ്പെട്ടുവെന്ന് വ്യക്തമാക്കി. കഷ്ണങ്ങൾ തിരിഞ്ഞ് ഉമ്മറപ്പടിയുടെ ചിത്രമെടുത്ത് ബോർഡിന്റെ ഏറ്റവും താഴെ നടുവിലായി വെച്ച് ഒരു പിൻ കൊണ്ട് ഉറപ്പിച്ചു. ഇനി ലിസി ചേച്ചിയുടെ ഊഴമായിരുന്നു. അല്പം മടിയോടെ, ഇതൊക്കെ കുട്ടികൾക്കുള്ള കളിയല്ലേ, ഞാൻ എന്തിനാ എന്ന ഭാവത്തിൽ അവർ ഒരു കഷ്ണമെടുത്തു. അത് വാതിലിന്റെ താഴത്തെ പകുതിയായിരുന്നു. അതെളുപ്പമായിരുന്നു. ഉമ്മറപ്പടിക്ക് മുകളിലായി അവരത് വെച്ചപ്പോൾ ഷിജോ അതൊരു ഡ്രോയിങ് പിന്നുകൊണ്ട് ഉറപ്പിച്ചു. അടുത്ത ഊഴം നന്ദിതയുടേതാണ്. അവൾക്ക് കിട്ടിയ കഷ്ണം കുറച്ച് കുഴയ്ക്കുന്നതായിരുന്നു. മേശപ്പുറത്ത് വച്ച ചിത്രം കുറച്ചുനേരം നോക്കിയിട്ടും അവൾക്ക് അതെവിടെയാണ് വെക്കേണ്ടതെന്ന് മനസ്സിലായില്ല. സാരില്ല, മറ്റു ചേച്ചിമാരി വയ്ക്കട്ടെ. അതിനിടയ്ക്ക് മോൾക്ക് മനസ്സിലാവും എവിടെയാണ് സ്ഥാനമെന്ന്. അപ്പ വെച്ചാൽ മതി. രേവതിക്കും കിട്ടിയത് അതേപോലെ കുഴയ്ക്കുന്ന ഒന്നായിരുന്നു. മേൽപ്പുരയുടെ ഒരു വശം. അവിടേക്കൊന്നും കെട്ടിടം പണി ആയിട്ടില്ല. അവളോടും കാത്തു നിൽക്കാൻ പറഞ്ഞു. പിന്നെ ആലീസിന്റെ ഊഴമായിരുന്നു. അവൾക്ക് കിട്ടിയത് വാതിലിന്റെ മേൽഭാഗം. അതവൾ വേഗം അതിന്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ പിന്നെ ഓരോരുത്തരായി ചിത്രം പൂർണ്ണമാക്കുമ്പോഴേക്ക് ആകെ ബഹളമായി. ആദ്യം സ്ഥാനം കിട്ടാതെ പിന്മാറിയവർക്ക് വഴി തെളിഞ്ഞു കണ്ടു. ഞാൻ എന്ന് പറഞ്ഞ് അവർ തിരക്ക് കൂട്ടി. ജിസിയുടെ ഊഴം വന്ന് അവൾ അവസാനത്തെ ചിത്രകഷ്ണം എടുത്തപ്പോൾ ഷിജോ പറഞ്ഞു, മോളെ അത് വയ്ക്കാൻ വരട്ടെ. ജിസി ഒരു ചോദ്യത്തോടെ അയാളെ നോക്കി. അയാൾ ചോദിച്ചു, ഇപ്പോൾ ചിത്രം പൂർണ്ണമായല്ലോ? ഇല്ല. ചിത്രത്തിൽ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, മേൽപ്പുരയുടെ നടുഭാഗം ഒഴിഞ്ഞുകിടക്കാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവണത്? ഷിജോ ചോദിച്ചു. ആരും ഒന്നും പറയുന്നില്ല. ഷിജോ തുടർന്നു, നമ്മളിൽ ഓരോരുത്തരും കൂട്ടിച്ചേർത്താലേ ചിത്രം പൂർണ്ണാവൂ. അതുപോലെ നമ്മളെല്ലാവരും കൂടിച്ചേർന്നാലേ നമ്മുടെ ഈ വീട് പൂർണ്ണമാകൂ. അതിലൊരാളില്ലെങ്കിൽ ആ വിടവ് അങ്ങനെ നിലനിൽക്കും. മനസ്സിലായോ? കുട്ടികൾ തലയാട്ടി. ഇനി ചിത്രം പൂരിപ്പിക്കൂ. ജിസി അവളുടെ കയ്യിലുള്ള കഷ്ണം അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ ഈറനായിരുന്നു. എല്ലാവരും കൈകൊട്ടി. നമ്മളെല്ലാവരും എന്നും ഈ കളി ഓർമ്മിക്കില്ലേ? ഓർമ്മിക്കും സാർ, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. വൈകുന്നേരം മാത്യു അച്ഛനെ കാണണമെന്ന് ഫോൺ ചെയ്തിരുന്നു. പള്ളിമേടയിൽ മാത്യു അച്ഛൻ സാധാരണ പോലെ കമ്പ്യൂട്ടറിന് മുമ്പിലായിരുന്നു. ഷിജോ വാതിൽക്കൽ മുട്ടിയപ്പോൾ അച്ഛൻ തിരിഞ്ഞു നോക്കി. ആ ഷിജോ, ആ ശരി, ഞാനൊരു കാര്യം കാണിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. മേശപ്പുറത്ത് നിന്ന് മനോരമ പത്രമെടുത്ത് നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, താൻ ഈ വാർത്ത വായിച്ചിരുന്നോ? ഏതു വാർത്ത? നോക്ക്, ഇടുക്കിയിൽ ഇന്നലെ കാറ് മുട്ടി ആസ്പത്രിയിലായ മനുഷ്യൻ മരിച്ചുവെന്ന്. ഒരു ചെറിയ വാർത്ത ഒറ്റക്കോളത്തിലായി കൊടുത്തിരിക്കുന്നു. ഇന്നലെ കാറിടിച്ച് ബ്ലൂ വാലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 60 വയസ്സുകാരൻ മരിച്ചു. സ്ഥലത്തെ ആൺകുട്ടികളുടെ അനാഥാലയത്തിലെ വാർഡനായിരുന്നു അദ്ദേഹം. റിട്ടയർ ചെയ്ത് ഒരാഴ്ചയായിട്ടുള്ളൂ. മുട്ടിയ കാർ നിർത്താതെ ഓടിച്ചുപോയി. കാറിന്റെ നമ്പർ എഴുതിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങേര്? അതെ, അങ്ങേര് തന്നെ. പക്ഷേ ദൈവം തമ്പുരാൻ ഇത്ര വേഗം വിചാരണയും വിധി പറയലും അത് നടപ്പാക്കലും ചെയ്യും എന്ന് ഞാൻ കരുതിയില്ല. ഷിജോ
വിശ്വസിക്കാനാവാതെ ഇരിക്കുകയായിരുന്നു. ശരി ഷിജോ, ഇത് കാണിക്കാൻ വിളിച്ചതാ. റിവോൾവിംഗ് ചെയറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മാത്യു അച്ഛൻ പറഞ്ഞു. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ലച്ചോ. ഷിജോ കസേലയിൽ നിന്ന് എഴുന്നേറ്റു. മാത്യു അച്ഛൻ ഷിജോവിൻ്റെ ഒപ്പം പൂമുഖം വരെ വന്നു. വിട പറയുമ്പോൾ മാത്യു അച്ഛൻ പറഞ്ഞു, അല്ല, ദൈവത്തിൻ്റെ ഓരോ കളികളേ. തിരിച്ചു നടക്കുമ്പോഴൊക്കെ ഷിജോ ആലോചിച്ചിരുന്നത് അച്ഛൻ അവസാനം ചിരിച്ചുകൊണ്ട് പറഞ്ഞതിനെ പറ്റിയായിരുന്നു. അതുകഴിഞ്ഞ് അദ്ദേഹം കണ്ണിറുക്കിയതിൻ്റെ അർത്ഥം എന്താണ്?